അള്ളാഹുവിലേക്ക് അടുക്കാത്ത മുതലാളി ദരിദ്രനാണ്. അള്ളാഹുവിലേക്ക് അടുത്ത ദരിദ്രൻ കോടീശ്വരനാണ്. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. സമാധാനമുള്ളവനാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. സമാധാനമില്ലാത്തവൻ ദരിദ്രനാണ്. സമ്പത്തുകൊണ്ട് ലോകത്ത് എന്തും വാങ്ങിക്കാൻ പറ്റുമെങ്കിലും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നമ്മൾക്ക് സമ്പത്ത് കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്നത് നഗ്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങലാണ് ജീവിതത്തിലെ കുടുംബത്തിലെ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം, പ്രധാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിലൂടെ, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാഹു ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂ وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا ومن أظلم ممن ذكر بآيات ربه. അള്ളാഹുവിന്റെ ദിക്റുകൾ പറയപ്പെടുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ, പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, ദിക്റിന്റെയും സ്വലാത്തിന്റെയും വഅലിന്റെയും സദസ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, ഫഅഅറദ അൻഹാ, അതിനെ അവഗണിച്ചു കളയുന്ന ആളുകൾ, അഅറദ അവഗണിക്കുന്നവർ, അതിനെ പുച്ഛിച്ചു കളയുന്നവർ, അതിനെ തൊട്ട് അശ്രദ്ധരായ ആളുകൾ, അതിനോട് യാതൊരു ഗൗരവവും പ്രാധാന്യവും കാണിക്കാത്ത ആളുകൾ, വനസിയ മാ ഖദ്ദമത് യദാ, അവൻ ജീവിതത്തിൽ ചെയ്തത് അവൻ മറന്നു പോവുകയും ചെയ്തു. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിന്നു എന്ന് മാത്രമല്ല, അള്ളാഹു അവന് നൽകിയ നിഅമത്തുകൾ അവൻ മറക്കുകയും അവൻ അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങൾ അവൻ ബോധപൂർവം മറന്നു കളയുകയും ചെയ്തു. ഇത്തരം ആളുകൾ, ഇവരെക്കാളും വലിയ അക്രമി വേറെ ആരാണ്? അള്ളാഹുവിന്റെ ദിക്ർ പറയപ്പെടുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അശ്രദ്ധരായിരിക്കുന്ന ആളുകൾ, അതിനെ മാനസിക പൊരുത്തത്തോടെ ആത്മാർത്ഥ മനസ്സോടുകൂടി കേൾക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ, ഇവരെക്കാളും വലിയ അക്രമി ആരാണ്? അള്ളാഹുവിന്റെ ചോദ്യമാണിത്. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്ന, അവരുടെ ഹൃദയങ്ങളിൽ ഞാനൊരു മൂടുപടം ഇട്ടുകൊടുക്കും. അകിന്ന, ഒരു മൂടുപടം. അവർക്കത് കേൾക്കാൻ കഴിയാത്ത വിധം, അഥവാ ഹൃദയം അവരുടേത് കടുത്തുപോകും. ഹൃദയം കടുത്തുപോകും. ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദു മിനൽ മാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഹൃദയങ്ങൾ ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിക്കാനുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദു മിനൽ മാ. വെള്ളം ചേരുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിക്കുന്നത്, അതേപോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ തുരുമ്പ് പിടിച്ചു പോകും, അഥവാ കറുത്തുപോകും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നാ ജഅൽനാ ഫീ ഖുലൂബിഹിം അകിന്ന, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ മൂടുപടമിട്ട് കൊടുക്കുമെന്ന്. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്ന, ഒരു മൂടുപടം ഹൃദയത്തെ ഞാൻ മൂടി വെക്കും. എന്തിനെ? അയ്യഫ്ഖഹൂഹു, അവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു സന്മനസ് പോലും ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്, നന്മ കേൾക്കാൻ പോലും അവർക്ക് ഇഷ്ടമല്ല, നന്മയെക്കുറിച്ച് പറയുന്നതേ ഇഷ്ടമല്ല, നന്മ ചർച്ച ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്തേ? അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തെ മൂടി വെച്ചിരിക്കുകയാണ്. അവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല. വഫീ ആദാനിഹിം വഖ്റാ, അവരുടെ ചെവികളിലും ഞാൻ അല്ലാഹു തആല പറയാണ് മൂടികളിട്ടിരിക്കുകയാണ്. ഗ്രഹിക്കാനാവാത്ത വിധം, കേൾക്കാൻ കഴിയാത്ത വിധം, മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയങ്ങളിലും അവരുടെ കാതുകളിലും അവരുടെ ചെവികളിലും അല്ലാഹു മൂടിയിരിക്കുകയാണ്. ഹൃദയത്തിൽ കേട്ടാൽ കേൾക്കാനേ കഴിയില്ല, പിന്നെയല്ലേ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് ആർക്കാണ്?
വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ വേറെന്തെങ്കിലും വിഷയം പറയും. ഇതല്ലാതെ, അങ്ങനെ ചില ആളുകൾ പറയും, എന്തെങ്കിലും നന്മ ചർച്ച ചെയ്യുമ്പോൾ ഇതല്ലാതെ വേറെന്തെങ്കിലും വിഷയം പറയും. നിങ്ങൾക്ക് വാദല്ലാതെ വേറൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും നിങ്ങളൊരു വാദം. ഇങ്ങനെ ഉമ്മമാരോട് മക്കള് പറയാറുണ്ട്. നന്മ കേൾക്കുന്നതേ ഇഷ്ടമല്ല, നന്മയോട് താല്പര്യമേ ഇല്ലാത്ത രീതിയിൽ ഹൃദയങ്ങളിൽ അല്ലാഹു മൂടിയിട്ടിരിക്കുന്ന ചില ആളുകൾ. അത്തരം ആളുകൾ അവരെ നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിച്ചാൽ, നന്മയിലേക്ക് നയിച്ചാൽ, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവരെ നന്മയിലേക്ക് എത്ര ക്ഷണിച്ചാലും നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ ചില ആളുകൾ ഒരിക്കലും നന്നാവൂല എന്ന് നമ്മൾ വിലയിരുത്തിയ ചില ആളുകൾ ചെറിയ ഒരു ആയത്ത് കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു വഅദ് കൊണ്ട്, ചെറിയ ഒരു 5 മിനിറ്റ് നേരത്തെ സംസാരം കൊണ്ടൊക്കെ നന്മയുടെ പാതയിലേക്ക് കടന്നു വരുന്നതും നമ്മൾക്ക് കാണാൻ കഴിയും. ഒരിക്കലും നന്നാവൂല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഖത്തറിൽ നിന്ന് വിളിക്കുകയും, ഞാൻ അറിയാത്ത, പേര് പോലും പരിചയമില്ലാത്തൊരു സുഹൃത്തായിരുന്നു. എന്നോട് ചോദിച്ചു, ഉസ്താദാണോ? അതെ, ഞാനിങ്ങനെ വളമൊക്കെ കേൾക്കാറുണ്ട്, ഷാൽ ഉസ്താദിനൊന്ന് കാണണം. ആയിക്കോട്ടെ. പേര് പറഞ്ഞു, ആളെ പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നാട്ടിൽ ആ ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോൾ ഇവിടെയുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു, ഇയാളെ പരിചയമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇത് പാട്ടുകാരുടെ കൂട്ടുകാരൻ എന്ന അയാൾ അറിയപ്പെടാം. നമ്മുടെ സുഹൃത്താണ്, ഹമീദ് എന്നാണ് പേര്. പാട്ടുകാരുടെ കൂട്ടുകാരൻ, അഥവാ നമ്മൾ മൗലിദ് കഴിക്കൂലേ, വർഷത്തിൽ വീട്ടിൽ മൗലിദ് കഴിക്കുന്നത് പോലെ വീട്ടിൽ ഗാനമേള നടത്തണം. അതിൽ കേരളക്കരയിലുള്ള പ്രഗത്ഭരായ എല്ലാ പാട്ടുകാരും വിളിക്കും. ഫ്രീ ആണ്, പാട്ടൊക്കെ വീട്ടിൽ ഫ്രീ ആണ്. വർഷത്തിലൊരു തവണ അങ്ങനെ മൗലിദ് പോലെ ഗാനമേള കഴിക്കും. നന്നായി പാട്ട് പാടും, ഭക്ഷണം കൊടുക്കും, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ഇത് വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. വീട് നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്, സൗണ്ട് ബോക്സും ഹോം തിയേറ്ററും, ജോലി സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്നോട് സുഹൃത്ത് പറഞ്ഞു, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഖത്തറിൽ നിന്ന് നാട്ടിൽ വന്നു. ഞാൻ അദ്ദേഹത്തോട് വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ രാവിലെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാട്ടിൻ്റെ ആളാണ്, പാട്ടുമായി ജീവിക്കുന്ന ഒരാളാണ്. ജീവിതത്തിലെ പാട്ടുകാരൊരുപാട് സ്നേഹിക്കുകയും അവരുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു പാട്ടിനോടൊരു വെറുപ്പ് തോന്നുന്നു, ആ ഒരു ഫീൽഡിനോട് എന്തോ ഒരു താല്പര്യക്കുറവ് തോന്നുന്നു. മാനസികമായ ഒരു വിഭ്രാന്തി ഉണ്ട്. അത് ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ പാട്ടും സിനിമയും ഗാനമേളകളും ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾക്കൊരു താൽക്കാലിക എന്റർടൈൻമെന്റ് കിട്ടും. പാട്ട് പാടുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു രസം കിട്ടും, സിനിമ കാണുമ്പോൾ ഒരു രസം കിട്ടും, ബ്ലൂ ഫിലിം അത് കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാകും. കഴിഞ്ഞാൽ പിന്നെ നിരാശയായിരിക്കും. ഗാനമേളകൾ നടത്തി ഇതൊക്കെ ആവേശത്തോടെ കണ്ട് വീട്ടിൽ പോയാൽ എന്തെന്നില്ലാത്തൊരു നിരാശയാണ്. തെറ്റിന്റെ പിന്നാലെ എന്നും നമ്മെ പിടികൂടുന്നത് ഒരു നിരാശയാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിനക്ക് ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. ഒരു കാര്യം തെറ്റാണോ അല്ലേ എന്ന് എങ്ങനെയാ നീ വിലയിരുത്തുക? ഒരു കാര്യം തെറ്റാണോ എന്ന് എങ്ങനെയാ നീ വിലയിരുത്തുക? ആ ഒരു കാര്യം ചെയ്താൽ നിനക്കൊരു അസ്വസ്ഥതയുണ്ടോ എങ്കിൽ അത് തെറ്റാണ്. വളരെ മനോഹരമായ ഒരു ഡെഫിനിഷൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്ലിഅ അലൈഹി الناس. ജനങ്ങൾ കാണുമോ എന്നൊരു പേടി നിനക്കുണ്ട്. ജനങ്ങൾ ഇത് കണ്ടാൽ മോശമല്ലേ എന്നൊരു ചിന്തയുണ്ട്. ഇനി ജനങ്ങൾ കണ്ടാലും ഇല്ലേലും രഹസ്യമായി ചെയ്താലും അത് കഴിഞ്ഞാൽ മാനസികമായ ഒരു പിരിമുറുക്കം, ഒരു അസ്വസ്ഥത, ഒരു ടെൻഷൻ, എങ്കിലത് തെറ്റാണ്. അതിന് മസ്അല ചോദിച്ചിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നീ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ടെൻഷൻ ആണെങ്കിൽ അത് മാറ്റിവെക്കുക, അത് തെറ്റാണ്. ഇത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നൊരു ഡെഫിനിഷനാണ്. അപ്പൊ സുഹൃത്ത് വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഗാനങ്ങളും ഡിലീറ്റ് ചെയ്തു. ഇനി ആ ഭാഗത്തേക്ക് ഞാനില്ല. ആളുകൾ പറഞ്ഞു, ഇദ്ദേഹം ഒരു നിലക്കും പാട്ട് നിർത്തുമെന്നൊരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ആളുകൾക്ക് വലിയൊരു സന്തോഷമായി.
ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടവരുണ്ട്. ഒരുപാട് സന്തോഷം തോന്നിയ ആളുകൾക്ക്. അപ്പൊ നമ്മൾ ഒരിക്കലും മാറൂല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ ഒരു സെക്കൻഡുകൾ കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഗാനമേളകൾ അദ്ദേഹം പറഞ്ഞു, പാട്ട് പാടി ഗാനമേളകൾ പങ്കെടുത്ത് അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ച് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു വിഷമം, ഒരു പിരിമുറുക്കം, ഒരു മാനസികമായ സംഘർഷം, ഇതാണ് തെറ്റിന്റെ പിന്നാലെ നമ്മൾക്കുണ്ടാകുന്നത്. എന്നാൽ ഒരു വഅദ കഴിഞ്ഞാലോ, ഇത്രയും മനോഹരമായ സദസ്സും സജ്ജീകരണങ്ങളും ഉണ്ടാക്കി വഅദ സംഘടിപ്പിച്ചു, കടമാണ് എന്ന് വിചാരിക്കും. എന്നാലും നമ്മുടെ സംഘാടകരുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകും, ജനങ്ങൾക്കൊരു നന്മ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം. കടമായിരിക്കും, ഒരുപക്ഷെ ഇതിനൊക്കെ ചെലവ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരുമാനം വന്നില്ലെങ്കിലും ഇവർക്ക് മാനസികമായൊരു സന്തോഷമുണ്ടാകും. ഈ 2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വഅദിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെങ്കിലും അതിന്റെ സദസ്സിൽ പോയിരുന്നതിന്റെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അതാണ് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്തരം ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയില്ല. അല്ലാഹു പറയുന്നു, വഇതദഉഹും ഇലൽ ഹുദാ, നന്മയിലേക്ക് ക്ഷണിച്ചാൽ അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണ്, ചെവികളിലേക്കും പൂട്ടിട്ടിരിക്കുകയാണ്. കേൾക്കാൻ അവർക്ക് കഴിയില്ല. ഇനി കേട്ടാൽ തന്നെ ഗ്രഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. തിന്മകൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, പ്രത്യക്ഷമാവാനുണ്ട്. തിന്മ നിങ്ങളെ തേടി വരാനുണ്ട്. തിന്മയെ തേടി നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല, തിന്മ നിങ്ങളെ തേടി വരും. പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യാൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. ഇന്ന് മൊബൈൽ ഫോണുകൾ കൈകളിലുണ്ടെങ്കിൽ ഏത് മാന്യന്മാർക്കും ഏത് തെറ്റും ആരും അറിയാതെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പൂട്ടിയിരിക്കുന്ന വീടിന്റെ മുറികൾക്കകത്ത് വെച്ച് 4G സംവിധാനങ്ങളുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ഏത് തെറ്റുകൾ എങ്ങനെ ആരും അറിയാതെ രഹസ്യമാക്കി ചെയ്യാനും വളരെ എളുപ്പമാണ്. പിറ്റേ ദിവസം പകൽ ഒരു മാന്യനായി പുറത്തിറങ്ങി നടക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ പണ്ടൊക്കെ അങ്ങനല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് നിങ്ങളിലേക്ക് കടന്നു വരും. ഫിത്നകൾ നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടും. ഏതുപോലെ അലൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. കൽ ഹസീരി ഊദൻ ഊദാ, ഒന്നിന് പിറകെ ഒന്നായി തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളായിരിക്കും നിറയെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും, വീട്ടിലേക്ക് കയറിയാലും, ജോലി സ്ഥലത്ത് പോയാലും, പഠിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ ചെന്നാലും, എവിടെ പോയാലും തെറ്റു ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ്. ഒന്ന് വണ്ടിയിലൂടെ അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ തലങ്ങും വിലങ്ങും കാണുന്നത് ഹറാമായ കാഴ്ചകൾ. അങ്ങനെ ആ ഒരു രീതിയിൽ തിന്മകളുടെ അതിപ്രസരണം നിങ്ങളിൽ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ഈ തെറ്റുകളൊക്കെ രസകരമായി ഒരാൾക്ക് തോന്നിയാൽ, ആ തെറ്റുകളോട് താല്പര്യം തോന്നിയാൽ, തെറ്റു ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ അതിനോട് വെറുപ്പ് തോന്നാതെ അതിനോട് താല്പര്യം തോന്നി അതിന്റെ പിന്നാലെ കൂടിയാൽ, ഓരോ തെറ്റുകൾ തോറും അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു മൂടിയിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളികളായി, കറുത്ത കറുത്ത പുള്ളികളായി. തെറ്റുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പുള്ളികളുടെ തോത് വർദ്ധിച്ച് അവരുടെ ഹൃദയം മുഴുവനായി അല്ലാഹു മൂടിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ തെറ്റു ചെയ്തു ആ കറുത്ത പാടുകൾ കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ മൂടിക്കഴിഞ്ഞാൽ, ഫലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയേത് തിന്മയേത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഹൃദയമാണ് നന്മയെയും തിന്മയെയും തിരിച്ചറിയുന്നത്. ഹൃദയത്തിലൂടെയാണ് നന്മയും. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയേത് തിന്മയേത് എന്നുപോലും അത്തരം ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിൽ മാത്രം മുഴുകി നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ അവർ തെറ്റ് ചെയ്ത് ഈ ഹൃദയം മൂടിപ്പോയാൽ പിന്നെ ഒരു നന്മയും ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ. ഒരു തെറ്റു വന്നാൽ ഒരു പാട് വീഴുമല്ലോ, ഒരു കറുത്ത പാട്. ആ കറുത്ത പാട് മായ്ച്ചു കളയാൻ തംഹുഹാ, ഒരു നന്മ ചെയ്യണം. തെറ്റു ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണം. തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ. എന്തിന്? ആ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുവെച്ച, അല്ലാഹു നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ആ കളങ്കം മാറ്റിക്കളയാൻ തംഹുഹാ, ഒരു നന്മ ചെയ്യണം. അങ്ങനെ തെറ്റു ചെയ്തു എന്ന് തോന്നിയാൽ ഒരു നന്മ ചെയ്ത് അതിന് പ്രായശ്ചിത്തം ചെയ്താൽ നിന്റെ ഹൃദയങ്ങൾക്ക് അല്ലാഹു മൂടിപ്പടമിടുകയോ നിന്റെ ഹൃദയം അല്ലാഹു മൂടിക്കളയുകയോ ചെയ്യുകയില്ല. അപ്പൊ നിനക്ക് നന്നാവാനുള്ള അവസരമുണ്ടാകും. അല്ലെങ്കിലോ തെറ്റ് ചെയ്തു നന്മകളില്ലെങ്കിൽ ഇത് ആകെ കറുത്തിരുണ്ടതായി പോകും. പിന്നെ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും നമ്മൾക്കുണ്ടാവൂല. ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്തഉ കമാ യസ്തഉൽ ഹദീദു മിനൽ മാ. ഇരുമ്പുകളിലേക്ക് വെള്ളം ചേരുമ്പോൾ ഇരുമ്പുകളിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലും തുരുമ്പ് പിടിക്കാൻ പോകുന്നുണ്ട്. ഫഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫമാ ജലാഉഹാ, എങ്ങനെയാണതിനെ നമ്മൾ ആ തുരുമ്പ് പിടിച്ച ഹൃദയത്തെ എങ്ങനെയാണ് നന്നാക്കുന്നത്? ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ നല്ലൊരു മെറ്റൽ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഉരതും. അതിനെ ഒരുപാട് സമയം ഉരതി എന്നിട്ട് അതിനെ നമ്മൾ വൃത്തിയാക്കും, മനോഹരമാക്കും. എന്നാൽ ഹൃദയങ്ങളിൽ തുരുമ്പ് പിടിച്ചാൽ അതിനെ നന്നാക്കാനുള്ള മെറ്റൽ പേപ്പർ എന്താണ്? അതിനെ നന്നാക്കാനുള്ള ഉപകരണം എന്താണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസറത്തു ദിക്രില്ലാഹ്, അല്ലാഹുവിനെ നന്നായി ഓർക്കലാണ്, നന്നായി ദിക്ർ ചൊല്ലലാണ്, നന്നായി അല്ലാഹുവിനെ സ്മരിക്കലാണ്. വഅദിന്റെ, സ്വലാത്തിന്റെ, ദിക്റിന്റെ, ഹദ്ദാദിന്റെ മജ്ലിസുകളിൽ പോയി ഇരിക്കലാണ്. അവിടെ ഇരുന്നതിന്റെ ബറക്കത്ത് കരസ്ഥമാക്കൽ, സ്വലാത്ത് ചൊല്ലൽ, ദിക്ർ ചൊല്ലൽ, ഖുർആൻ ഓതൽ, ഇതെല്ലാമാണ് കറുത്തുപോയ ഹൃദയങ്ങളെ സംസ്കരിക്കാനുള്ള വഴിയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും ഒരുപോലെയല്ല. ഇന്ന് വഅലൊക്കെ കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നന്നാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. സ്ഥിരമായി വഅല് കേൾക്കുന്ന ആളുകൾ തെറ്റിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. വഅല് സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നന്മ ചെയ്യാനുള്ളൊരു താല്പര്യം, മാനസികമായിട്ടുള്ള ഒരു വികാരം നമ്മൾക്കുണ്ടാകും. എന്നാൽ വഅല് തീരെ കേൾക്കാതിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ തിന്മയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും ഇതൊരു യാഥാർത്ഥ്യമാണ്. വഅല് കേൾക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് നന്നാകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. എന്തെങ്കിലും ഒരു നന്മ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വണ്ടിയിൽ പോകുമ്പോൾ വഅല് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വഅല് വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. വീട്ടിൽ എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വഅല് കേട്ടിട്ടാണ് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ വഅല് സ്ഥിരമായി ആരുടേതായാലും നന്മകൾ കേൾക്കുന്ന ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. നേരെ മറിച്ച് പാട്ട് മാത്രം കേൾക്കുക, സിനിമ മാത്രം കാണുക, ഇത്തരം ആളുകളുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും അവർക്ക് നന്മയോടുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ 7 ആയത്ത് പോലും വരാൻ അത്തരം ആളുകൾ തയ്യാറാവുകയില്ല. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കുറയുകയും ചെയ്യും, ഈമാൻ കൂടുകയും ചെയ്യും. ഫഖീല, സ്വഹാബാക്കൾ ചോദിച്ചു, വമാ സിയാദതു, എങ്ങനെയാണ് നബിയെ ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്, ഒരാളുടെ ഈമാൻ കൂടുന്നത് എങ്ങനെയാണ് നബിയെ? വമാ നുഖ്സാനുഹു, എങ്ങനെയാണ് നബിയെ ഒരാളുടെ ഈമാൻ കുറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദക്കർനല്ലാഹ, അല്ലാഹുവിനെ ഓർത്താൽ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ പങ്കെടുത്ത് ദിക്ർ ചൊല്ലാനും ഓർക്കാനും തയ്യാറായി ഹദ്ദാദിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, മൗലീദിന്റെ മജ്ലിസുകൾ,
ദിക്റിന്റെ മജ്ലിസ് നൂറിന്റെ മജ്ലിസുകളൊക്കെ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈമാനിന് വർധനവുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇദാ ദക്കർനല്ലാഹ്, അല്ലാഹുവിനെ സ്മരിച്ചാൽ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹ് ചൊല്ലി അല്ലാഹുവിനെ സ്തുതിക്കാൻ നിന്നാൽ, വസബ്ബഹ്നാഹു, അൽഹംദുലില്ലാഹ് ചൊല്ലി, അല്ലാഹു അക്ബർ ചൊല്ലി, സുബ്ഹാനല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നമ്മൾക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ മൊബൈൽ ഫോണുകളുണ്ട്, ആഴ്ചതോറും you have some updates available എന്ന് കാണിക്കും അല്ലേ? മൊബൈൽ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, some updates are available. കുറച്ച് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ അത് പഴയതായിട്ടുണ്ട്, അതിനൊന്ന് പുതുക്കണം. ഇപ്പോൾ ഫേസ്ബുക്ക് ആണ് അല്ലെങ്കിൽ വാട്സപ്പ് ആണ്, ഈ ആപ്പ് ഓഫ് ഡേറ്റ് ആണ്, ഡേറ്റ് കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ അത് കുറേ കാലം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ അത് വർക്ക് ചെയ്യൂല. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എന്തിന്? പുതിയ ചില സംവിധാനങ്ങൾ അതിൽ വന്നിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ ഹൃദയങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇടയ്ക്കിടെ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളെയും അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വനവ്വിറൂ ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. ഹൃദയം കറുത്തു പോകുമെന്നാണ് പറയുന്നത്. ആ ഹൃദയത്തെ നമ്മൾ വെളിച്ചമാക്കണം. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിങ്ങനെ അല്ലാഹുവിന്റെ ദിക്റിന്റെ ആ മഹത്തായ അഫ്ളൽ ദിക്ർ, ഏറ്റവും മഹത്തായ ആ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഹൃദയങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അഥവാ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അതിന്റെ കറുപ്പിന്റെ ആ മൂടുപടം നീങ്ങിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനും ആ ഹൃദയത്തെ വെളിച്ചമുള്ള ഹൃദയമാക്കി മാറ്റാനും നമ്മൾക്ക് കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് നബിയെ ഈമാൻ കുറയുന്നത്? ഈമാൻ കുറയുന്നത് എങ്ങനെയാണ്? നബി തങ്ങൾ പറഞ്ഞു, വഇദാ ഗഫൽനാ വളയ്യഅനാ വനസീനാ. ദിക്റിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഇൽമിന്റെ മജ്ലിസുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോ, ദിക്ർ ചൊല്ലാതെ, ഖുർആൻ ഓതാതെ, തസ്ബീഹ് ചൊല്ലാതെ, അല്ലാഹുമായിട്ടുള്ള യാതൊരു ബന്ധമില്ലാതെ ആകെ ഭൗതികമായ ചിന്ത, പാട്ട് കേൾക്കണം, സിനിമ കാണണം, കളി കാണണം, ഭൗതികമായ ചിന്ത മാത്രം, ദുനിയാവുമായി യാതൊരു ബന്ധമില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത്തരം ആളുകളുടെ ഹൃദയവും ഈമാനും ഹൃദയം കറുത്തു പോവുകയും ഈമാൻ കുറഞ്ഞു വരികയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മാനസിക സംഘർഷങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങലാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങലാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു മൻ അസ്ബഹ വഅക്ബറ ഹമ്മഹു ദുനിയ. ഒരാൾ രാവിലെ എണീറ്റു, അയാളുടെ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അയാളുടെ ചിന്ത ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അയാളുടെ ചിന്ത ദുനിയാവാണ്, എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണം എന്ന ഒരൊറ്റ ഒരു ചിന്തയോടെയാണ് ഒരാൾ എണീക്കുന്നതെങ്കിൽ, എങ്ങനെയെങ്കിലും ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്തയോടെയാണ് ഒരാൾ സുബഹിക്ക് എണീക്കുന്നതെങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അല്ലാഹു അയാളെ ദരിദ്രനാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുമ്പോൾ സാമ്പത്തികമായി നമ്മൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവാം, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങൾക്ക് നന്മ എത്തിച്ചു കൊടുക്കലാവണം. ആകെ പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ നീയത്ത് മോശമായി പോയി. നീയത്ത് പള്ളി സ്ഥലം വാങ്ങിക്കൽ പള്ളിക്കാണ്, പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മുടെ ലക്ഷ്യം ജനങ്ങൾക്ക് നന്മ എത്തിച്ചു കൊടുക്കൽ. ഈ ഒരു വഅദിന്റെ സദസ്സിലൂടെ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. ആ ഒരു നീയത്തോടു കൂടി അല്ലാഹുവിലേക്ക് തവക്കുലാക്കി നമ്മൾ സംഘടിപ്പിച്ചു. നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം പള്ളിയുടെ ആവശ്യത്തിനുള്ള സ്ഥലം വാങ്ങിക്കലാണ്. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അങ്ങനെയാണ് നീയത്തുണ്ടാവേണ്ടത്. അല്ലാതെ വെറും ദുനിയാവ്, രാവിലെ എണീറ്റത് മുതൽ ചിന്ത ദുനിയാവാണ്. സമ്പത്തുണ്ടാക്കാനുള്ള ടെക്നിക്കുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എളുപ്പ വഴി എന്താണ്? സ്വർണം കടത്താൻ പറ്റുമോ? ഇനി കടത്തിയാൽ എയർപോർട്ടിൽ വെച്ച് പിടിക്കോ? കഞ്ചാവിന്റെ ബിസിനസ് എങ്ങനെ? അതിന്റെ ഡീലറായാൽ പൈസ കിട്ടുമോ?
ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എവിടെ പോയാൽ എങ്ങനെയാണ് കുറുക്കുവഴിയിലൂടെ എളുപ്പത്തിൽ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും. ഈ ഒരു ചിന്ത മാത്രമാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അല്ലാഹു അയാളെ ദരിദ്രനാക്കി മാറ്റും. അവന്റെ സമ്പാദ്യങ്ങൾ അല്ലാഹു തകർത്ത് കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി വമൻ അസ്ബഹ വലം യുതിഹി മിനദ് ദുനിയാ, ഇനി അയാൾ രാവിലെ എണീറ്റത് ഈ ദുനിയാവിന്റെ ചിന്തയോടെയാണ്, അതിന്റെ പിന്നാലെയാണ് അയാൾ ഓടുന്നതെങ്കിലും അയാൾക്ക് അല്ലാഹു കണക്കാക്കിയതിനേക്കാൾ ഒരു ദിർഹം പോലും തൊട്ടുപോലും കൂടുതൽ കിട്ടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എണീറ്റത് പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയോടെയാണ്. അതിനുവേണ്ടി നിസ്കാരം സമയത്ത് നിർവഹിച്ചില്ല, അല്ല ഖളാ ആയി പോയി, ഖുർആൻ ഓതിയിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. ഇതിനൊക്കെ ഈ സമയമൊക്കെ സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. വൈകുന്നേരമാകുമ്പോൾ അയാൾ സമ്പാദിച്ചത് അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു ദീനാറ് പോലും കൂടുതൽ അയാൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടുകയില്ല. അയാൾ ഓടിയത് എന്തിനാണ്? സമ്പത്തുണ്ടാക്കാനാണ്. പക്ഷെ കിട്ടിയതോ അള്ളാഹു കണക്കാക്കിയത് മാത്രം. ഓടിയത് 1 രൂപ കൂടുതൽ ഉണ്ടാക്കാൻ, കിട്ടിയതോ അള്ളാഹു കണക്കാക്കിയത് മാത്രം. അത് നിസ്കരിച്ചിരുന്നെങ്കിലും അയാൾക്ക് കിട്ടുമായിരുന്നു, അത് ഖുർആൻ ഓതിയിരുന്നെങ്കിലും അയാൾക്ക് കിട്ടുമായിരുന്നു. അവ ഖുർആൻ ഓതാതെ, നിസ്കരിക്കാതെ, സുന്നത്തില്ലാതെ, ദീനീ ബന്ധമില്ലാതെ ഓടിയത് വെറുതെയായി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാനുള്ള കാരണമായി അത് മാറും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാൾ രാവിലെ എണീക്കുന്നത് എങ്ങനെയെങ്കിലും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടെയാണ്. രാവിലെ എണീറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, അല്ലാഹുവേ ഞാനിതാ എണീക്കുകയാണ്, നീയാണ് എന്നെ വിജീവിപ്പിക്കുന്നത്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്കാണ് മടങ്ങേണ്ടത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, ഈ ഒരു മരണത്തിൽ നിന്ന് എന്നെ ഉണർത്തിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് ഒരാൾ രാവിലെ എണീറ്റു. അയാളുടെ ചിന്ത തഹജ്ജുദ് നിസ്കരിക്കണം, അതുകൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം. സുബഹി നിസ്കരിക്കണം, കഴിയുമെങ്കിൽ ജമാഅത്തായി തന്നെ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ളുഹാ നിസ്കരിക്കണം. ഈ രീതിയിലാണ് ഒരാളുടെ ചിന്ത, ഈ രീതിയിലാണ് ഒരാൾ ഉണരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അയാളെ അല്ലാഹു മുതലാളിയാക്കുമെന്ന്, കോടീശ്വരനാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുതലാളിയാക്കാനുള്ള വഴി എന്താണ്? ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച് രാവിലെ ഉണരുക. രാവിലെ എണീറ്റാൽ ആഖിറത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കുക. ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, രാവിലെ ആയാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് ആരും ഉറപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ മരണം നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. മൻ അസ്ബഹ, നിങ്ങൾ സുബഹിയായാൽ ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരം വരെ നീ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പിക്കരുത്. മരണം അതിനു മുമ്പ് പിടികൂടുമെന്നുള്ള തയ്യാറെടുപ്പോടുകൂടി നീ ജീവിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നീ നിന്റെ ശരീരം ഖബറാളികളുമായി എണ്ണിക്കൊണ്ടേയിരിക്കണം. അഥവാ ഖബറിൽ നീ കിടക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ഖബർസ്ഥാന് കാണുമ്പോഴും ഞാനും ഇവിടെ കിടക്കണമെന്നുള്ള ചിന്തയുണ്ടാവണം. പള്ളിയിലേക്ക് പോയി ഒച്ചപ്പാടുണ്ടാക്കി, പള്ളിയിലെത്തി ബഹളമുണ്ടാക്കി, നിസ്കരിച്ചു, തിരിച്ചു വന്നു. തൊട്ടുപുറത്ത് കിടക്കുന്ന ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, നാട്ടുകാരുണ്ട്, ഖബറിടങ്ങളുണ്ട്. അവിടെ ഞാനും കിടക്കണമല്ലോ എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാവാറുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത നമ്മൾക്കുണ്ടാവാറുണ്ടോ? ഞാനും ഇവിടെ കിടക്കേണ്ടവനാണ്, കിടക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്ന ചിന്ത പോലും നമ്മളിൽ ഉണ്ടാവാറില്ല. ഇവിടെ കിടക്കാൻ എന്ത് ഒരുക്കമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് പ്രിപ്പറേഷനാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, രാവിലെയായാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നീ ഓർക്കരുത്, ചിന്തിക്കരുത്. പരിശുദ്ധ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇദാ വുദിഅൽ മയ്യിതു ഫീ ഖബ്രിഹി, ഒരാളെ ഖബറിൽ വെച്ചാൽ വൻസറഫൽ മുശയ്യിഊന മിൻ അഹ്ലിഹി, ആ ഖബറിലേക്ക് വെക്കുന്ന ആളുകളൊക്കെ മാറിപ്പോയാൽ, കുടുംബക്കാരായി, നാട്ടുകാരായി, മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ ഖബറിൽ വെച്ച് ആളുകളെല്ലാം തിരിഞ്ഞുപോയാൽ, വതറകൂഹു വഹീദൻ ഫീ ലഹദിഹി, ആ ഖബറിൽ അയാളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് എല്ലാവരും തിരിച്ചുപോയാൽ,
യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയുമത്രേ, അബ്ദി, അടിമയെ, ഖബറിൽ കിടക്കുന്ന ആ ഖബറാളിയോട് അല്ലാഹു പറയുമത്രേ, റജഊ വതറകൂക്, നിന്റെ കുടുംബക്കാര് വിട്ടുപോയിരിക്കുകയാണ്, നിന്റെ മാതാപിതാക്കൾ വിട്ടുപോയിരിക്കുകയാണ്, ചങ്ങാതിമാരും നാട്ടുകാരും വിട്ടുപോയിരിക്കുകയാണ്. റജഊ, അവര് മടങ്ങി, വതറകൂക, നിന്നെ ഒറ്റയ്ക്കാക്കി, ഫിത്തുറാബി ദഫനൂക, ഈ മണ്ണിൽ അവർ നിന്നെ മറമാടിയിരിക്കുകയാണ്, മൂടിവെച്ചിരിക്കുകയാണ്. വലൗ ബഖൗ മഅക മാ നഫഊക, ഇനി അവർ മടങ്ങിപ്പോവാതെ ഖബറിന്റെ മുകളിൽ അവരെല്ലാവരും കൂടി നിന്നാലും നിനക്കൊരു ഉപകാരം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വലൗ ബഖൗ, അവരെല്ലാവരും ഖബറിന്റെ മുകളിൽ തിരിച്ചു പോവാതെ അവിടെ തന്നെ നിന്നാൽ, മാ നഫഊക, അവരെ കൊണ്ടൊരു ഉപകാരവും നിനക്ക് ലഭിക്കില്ല. വലം യബ്ഖി ലക ഇല്ലാ അന, ഇന്ന് എന്നെ കൊണ്ടല്ലാതെ ഒരു ഉപകാരവും നിനക്ക് കിട്ടൂല. വലം യബ്ഖി ലക ഇല്ലാ അന, ഞാൻ മാത്രമേ ഇന്ന് നിനക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും സഹായിക്കാനില്ല. വഅനൽ ഹയ്യുല്ലദീ ലാ അമൂത്, മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്ന ഒരാൾ ഞാനാണെന്ന് ഖബറിലേക്ക് വന്ന വ്യക്തിയോട് അല്ലാഹു പറയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. എല്ലാവരും മടങ്ങിപ്പോകുന്ന സമയം, കുടുംബക്കാരും നാട്ടുകാരും ചങ്ങാതിമാരും മടങ്ങിപ്പോകുന്ന സമയം, ആ ഒരു സമയത്ത് എന്റെ കൂടെ ഉണ്ടാകുന്നത് എന്റെ റബ്ബാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെയും ഞാൻ ഓർക്കാം. ഇതല്ലേ അല്ലാഹു പറയുന്നത്, മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെയും കൂടെ നിൽക്കും. ജീവിക്കുന്ന കാലത്ത് റബ്ബിന്റെ കൂടെ നിൽക്കണം, മരണസമയത്ത് റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മൻ കാന മഅല്ലാഹ്, ജീവിക്കുന്ന സമയത്ത് റബ്ബിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അല്ലാഹു പറഞ്ഞത് കേൾക്കാൻ, തെറ്റുവന്നാൽ തൗബ ചെയ്യാൻ, തെറ്റുവന്നാൽ പശ്ചാത്തപിക്കാൻ, അല്ലാഹുവിനെ ഓർക്കാൻ, ഖുർആൻ ഓതാൻ, നിസ്കരിക്കാനൊക്കെ അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ, എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് അല്ലാഹു പറയും, അന മഅക്, ഇന്ന് ഞാൻ നിന്റെ കൂടെയുണ്ട്. അല്ലെങ്കിലോ അല്ലാഹു പറയുന്നത്, ഇന്നാ നസീനാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ മറന്നില്ലയോ? ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഖബറിനെ മറന്നില്ലയോ? എന്നെ മറന്നില്ലയോ? ആഖിറത്തെ മറന്നില്ലയോ? അതുകൊണ്ട് ഇന്നാ നസീനാകും, ഞാനും നിങ്ങളെ മറക്കുന്നു. ഏത് സമയത്ത്? ഒരാളുമില്ലാതെ എല്ലാവരും നെട്ടോട്ടമോടുന്ന സമയമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ, ഉമ്മമാരില്ല, ഉപ്പമാരില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, കുടുംബങ്ങളില്ല, ചങ്ങാതിമാരില്ല, മക്കളില്ല, ആരുമില്ല, ഒരാളും കൂടെയില്ല, ഒരാളും സഹായിക്കാനില്ല. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബാണ് പറയുന്നത്, ആ അല്ലാഹുവാണ് പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? ആ റബ്ബ് പറയുന്നുണ്ട്, ഇന്നാ നസീനാകും, ഞാൻ നിങ്ങളെ മറന്നിരിക്കുകയാണ്. ഏതുപോലെ? കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നത്തെ ദിവസം നിങ്ങൾ മറന്നില്ലയോ? നിങ്ങൾ എന്നെ അന്ന് ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളെ ഓർക്കുമായിരുന്നു. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഖേദം വരുന്നവർ, ധിക്കാരത്തോടെ റബ്ബില്ല എന്ന് നിഷേധിക്കുന്നവരല്ല, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഖേദമുള്ളവർ, അല്ലാഹു ശിക്ഷിക്കുമോ എന്ന് പേടിക്കുന്നവർ, അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ, അത്തരം ആളുകളെ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, അവർക്ക് അല്ലാഹു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ കൂടെ റബ്ബുണ്ടാകും. ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണം വരെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു ഉണ്ടാകും. മൻ കാന മഅല്ലാഹ് അല്ലാഹു മഅഹ്, അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു കൂടെയുണ്ടാകുമെന്നാ പറഞ്ഞത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, അവരുടെ കാലുകൾ പതറൂല, അവരുടെ കാലുകൾ ചിതറുകയോ അവരുടെ ഹൃദയങ്ങൾ പതറുകയോ ചെയ്യില്ല. കാരണം അവരുടെ കൂടെ സഹായത്തിന് അല്ലാഹു ഉണ്ടാകും. ദുനിയാവിൽ മാത്രമാണോ?
അല്ലാ വഫിൽ ആഖിറ, ആഖിറത്തിലും റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഖബറിലെത്തിയാലും അല്ലാഹു ഉണ്ടാകും, മഹ്ശറയിലെത്തിയാലും അല്ലാഹു ഉണ്ടാകും, സിറാത്ത് പാലത്തിലും അല്ലാഹു ഉണ്ടാകും, നന്മയുടെയും തിന്മയുടെയും കിതാബ് തരുമ്പോഴും അല്ലാഹു ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആഖിറമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അല്ലാഹു നമ്മുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഹലാലായ എന്റർടൈൻമെന്റിലൂടെ ഹറാമിലേക്ക് കടന്നു പോവാതെ, അഥവാ ഹറാം വന്നു പോയാൽ തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ഹലാലായ ആസ്വാദനങ്ങൾ ആസ്വദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യനാകുമ്പോ പല ആസ്വാദനങ്ങളും അവർ ആസ്വദിക്കും, അതിൽ ഹറാം വരാതെ സൂക്ഷിക്കണം, ഹലാലായത് നമ്മൾ ചെയ്യണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹലാലായ ആസ്വാദനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇനി ഞാൻ അങ്ങോട്ട് ഒന്നുമില്ല, അങ്ങനെ വേണ്ട. ഹലാൽ ജീവിതം മടുപ്പ് വരാത്ത രീതിയിൽ അള്ളാഹുവിന്റെ തൃപ്തിയിലൂടെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ അസ്ബഹ വഅക്ബറ ഹമ്മഹുൽ ആഖിറ, രാവിലെയായി ചിന്ത ആഖിറമാണ്, സുബ്ഹിക്ക് എണീറ്റത് തന്നെ ആഖിറത്തോടുള്ള ലക്ഷ്യത്തോടെയാണ്, ആഖിറം സമ്പാദിക്കണമെന്നുള്ള നിയ്യത്തോടെയാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അവനെ റബ്ബ് മുതലാളിയാക്കും. അല്ലാഹു മുതലാളിയാക്കും, അല്ലാഹു കോടീശ്വരനാണ്. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് ഇങ്ങോട്ട് വരും, ദുനിയാവിനെ തേടി നീ പോണ്ട, ദുനിയാവ് നിന്നെ തേടി വരും. വീട് വെക്കാനുള്ള സമയമാകുമ്പോ വീട് വെക്കാനുള്ള സമ്പത്ത് അല്ലാഹു നിനക്ക് തരും. പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സമയമാകുമ്പോ അതിനുള്ള സമ്പത്ത് തരും. നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായ സഹായം അല്ലാഹു തരും. എന്ന് വെച്ച് തസ്ബീഹ് മാലയും പിടിച്ച് പള്ളിയിൽ ഇരിക്കാനല്ല, അധ്വാനിക്കണം, അധ്വാനിക്കണം. പക്ഷേ ദീൻ മറന്നിട്ടുള്ള അധ്വാനം വേണ്ടാന്നുള്ളൂ. നിസ്കാരമില്ലാതെ, സുന്നത്ത് നിസ്കാരങ്ങളില്ലാതെ, ഖുർആനില്ലാതെ, ദിക്റില്ലാതെ, ഇതൊന്നുമില്ല, വെറും ദുനിയാവ്, അത് വേണ്ടാന്നാണ്. നിരന്തരമായി ചെല്ലുന്ന ഔറാദുകളില്ലെങ്കിൽ അയാൾ കുരങ്ങനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ കോലമുള്ള, അല്ലെങ്കിൽ മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾ കുരങ്ങുകളാണ്, മനുഷ്യന്റെ കോലമുള്ള കുരങ്ങുകൾ. ദിവസവും എന്തെങ്കിലും ഒരു വിറുദ് വേണം, ഒന്നുകിൽ ഒരു ജുസ് ഖുർആൻ ഓത്, അതൊരു വിറുദാണ്. ഒരു 100 സ്വലാത്ത് ദിവസവും വിറുദാണ്. ഒരു 100 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിറുദാണ്. ഇസ്തിഗ്ഫാർ വിറുദാണ്. ദിവസവും നിരന്തരമായി ചെല്ലുന്ന ദിക്റുകളെയാണ് വിറുദ് എന്ന് പറയുന്നത്. അങ്ങനെ വിറുദില്ലാത്ത ആളുകൾ മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ ഖിർദുൻ, അവർ കുരങ്ങന്മാരാണ്. നിങ്ങളൊക്കെ കുരങ്ങനാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ദിക്റില്ലേ, നിരന്തരമായി ചെല്ലുന്ന ദിക്റുകളും ഔറാദുകളും ഇല്ലെങ്കിൽ കുരങ്ങന്മാരിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് വിർദുകൾ, നിരന്തരമായിട്ടുള്ള ഔറാദുകൾ. ദുനിയാവിന്റെ പിന്നാലെ പോകണമെന്നില്ല. നിങ്ങളുടെ നിസ്കാരവും ദീനും ഖുർആനൊക്കെ കഴിഞ്ഞിട്ടുള്ള അധ്വാനം കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹു നിങ്ങൾക്ക് തരും. നിങ്ങളെ ദുനിയാവ് മോഹിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നല്ലത്, അതല്ലേ നല്ലത്. ആഖിറം വിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു രൂപ പോലും കൂടുതൽ കിട്ടിയില്ല. എന്നാൽ ദീനിന് പ്രാധാന്യം നൽകി, ആഖിറത്തിന് പ്രാധാന്യം നൽകി അധ്വാനിച്ചപ്പോ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പടച്ചവൻ തന്നു. അതല്ലേ നല്ലത്. ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, യാ അബൂദർ, അബൂദർറേ, അതറാ കസ്റത്തുൽ മാലി വൽ ഗിനാ, ഒരുപാട് സമ്പത്തുള്ളവൻ മുതലാളിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബൂദർറേ? ഖുൽതു നഅം, അതേ നബി. വതറാ ഖില്ലത്തുൽ മാലി ഹുവൽ ഫഖർ, സമ്പത്തില്ലാത്തവൻ ദരിദ്രനാണ് എന്ന് തോന്നുന്നുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബി, കോടീശ്വരൻ എന്ന് പറയുന്നത് സമ്പത്തുള്ളവനല്ല, ഹൃദയത്തിൽ സമാധാനമുള്ളവനാണ് കോടീശ്വരൻ. മനോഹരമായ വീടും മനോഹരമായ വാഹനങ്ങളുമുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവൻ ദരിദ്രനാണ്, അവൻ പാവപ്പെട്ടവനാണ്. എന്താ നിങ്ങൾ വിചാരിച്ചത്?
സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് ഒരാൾക്ക് സമാധാനം കിട്ടും? സമാധാനമില്ലാത്തവൻ ജീവിച്ചിട്ടെന്താ അർത്ഥം? ഭാര്യയിൽ നിന്ന് എന്നും പരാതികൾ, വീട്ടിലെത്തിയാൽ ഒന്ന് തല ഉയർത്തി ഇരിക്കാനോ നിൽക്കാനോ സമാധാനത്തോടെ ചിരിക്കാനോ കഴിയാത്ത വിധം വീട്ടിൽ എന്നെന്നും അസ്വസ്ഥതകൾ നിറഞ്ഞ സങ്കീർണമായ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു കോടീശ്വരന് മരണമല്ലേ നല്ലത്? അവന്റെ സമ്പത്ത് കൊണ്ട് അവന് എന്ത് നേട്ടം? സമാധാനമില്ലാത്ത സമ്പത്തെന്തിന്? സന്തോഷമില്ലാത്ത സമ്പത്തെന്തിന്? അയാൾ മുതലാളിയാണെങ്കിലും തൊഴിലാളിയേക്കാൾ ഖേദകരമാണ് അയാളുടെ അവസ്ഥ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂദർ, അബൂദറേ, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, ഹൃദയത്തിലുള്ള സമാധാനമാണ് ഒരാളുടെ ഹൃദയം. മുതലാളിയാണെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ സമാധാനം വേണം. വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബി, ദരിദ്രൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ സമാധാനമില്ലാത്തവനാണ് ദരിദ്രൻ. ഹൃദയത്തിൽ സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ. വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ആ വീട് ദരിദ്രന്റെ വീടാണ്. എത്ര വലുതാണെങ്കിലും ശരി, അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിറഞ്ഞ വീടുകൾ, സന്തോഷമില്ലാത്ത വീടുകൾ, ദുഃഖം നിറഞ്ഞ വീട്, അത് ദരിദ്രന്റെ വീടാണ്. അവർക്ക് മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ടെങ്കിലും ഇങ്ങനെ മുതലാളിയാകാമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുന്നുണ്ട്, യാ അബാ ഹുറൈറ, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറാൻ, ജനങ്ങളിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറാൻ ചെയ്യേണ്ടത് വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ടേക്കണം. അല്ലാഹു തന്ന ഭാര്യ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരു ഭാര്യ തന്നിട്ട് അപ്പുറത്തുള്ള അയൽവാസിയുടെ ഭാര്യ കണ്ടിട്ട്, നീ എന്താ അങ്ങനെ ആവാത്തത്, നീ എന്താ അവളെ പോലെ ആവാത്തത്, അവള് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ കഴിയാത്തത്, അവള് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, നീ എന്താ ഇല്ലാത്തത്? അള്ളാഹു നിനക്കൊരു ഭാര്യ തന്നില്ലേ, അതിൽ നീ തൃപ്തിപ്പെടും, അപ്പുറത്തുള്ള ഭാര്യനെ നോക്കണ്ട. അള്ളാഹു നല്ലൊരു ഭർത്താവിനെ തന്നില്ലേ, ഈ ഭർത്താവ് പോരാ, നിങ്ങൾ എനിക്ക് പോരാ, നിങ്ങളെ കൊണ്ട് യാതൊരു സുഖം എനിക്കില്ല, നിങ്ങളെ കൊണ്ട് എനിക്ക് തൃപ്തിയില്ല, മറ്റുള്ളവരെ നോക്ക, അങ്ങോട്ട് നോക്ക, അപ്പുറത്തെ ഭർത്താവ്, ചങ്ങാതിയുടെ ഭർത്താവ്, കുടുംബക്കാരുടെ ഭർത്താവ്. അള്ളാഹു സ്വന്തമായൊരു ഭർത്താവിനെ തന്നിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ല. അള്ളാഹു സ്വന്തമായൊരു ഭാര്യ തന്നിട്ട് മറ്റുള്ള ഭാര്യമാരുടെ കഴിവുകൾ തേടിപ്പോകുന്നവർ, അവർക്കും അള്ളാഹു ജീവിതത്തിൽ സമാധാനം തരില്ല. അള്ളാഹു ഒരു വീട് തന്നിട്ട് എന്റെ വീട് ചെറുതായല്ലോ എന്ന് പറഞ്ഞ് വലിയ വമ്പൻ വീടുകളെ നോക്കി വിഷമിച്ചിരിക്കുന്നവർ, അവർക്കും അള്ളാഹു സമാധാനം തരില്ല. അള്ളാഹു ഒരു വാഹനം തന്നിട്ട് എന്റെ വാഹനം ചെറുതായി പോയല്ലോ എന്ന് പറഞ്ഞ് വലിയ വാഹനങ്ങളിലേക്ക് നോക്കുന്നവർക്കും സമാധാനം ഉണ്ടാവൂല. അല്ലാഹു നിനക്ക് തന്ന ജോലി, അൽഹംദുലില്ലാഹ്, അത് ശമ്പളം 1000 ആണെങ്കിലും ശരി, 10000 ആണെങ്കിലും ശരി, അല്ലാഹു നിനക്ക് നൽകിയ കച്ചവടം, അതിന്റെ വരുമാനം 10000 ആണെങ്കിലും ശരി, ലക്ഷങ്ങളാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു നിനക്ക് തന്ന വീട് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന ഭാര്യ സൗന്ദര്യമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന ഭർത്താവ് വരുമാനമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിന്നെ നോക്കുന്നുണ്ടെങ്കിലും ശരി, നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. സമാധാനം തേടി എവിടെയും പോവേണ്ട ആവശ്യമില്ല. ഇവിടെ വരൂ, ഇവിടെയാണ് സമാധാനമുള്ളത്. സമാധാനം തേടി ഒരു കൗൺസിലറെ കാണേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി ടൂർ പോവേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി ഗാനമേളകൾ അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടി പോവേണ്ട ആവശ്യമില്ല. സമാധാനം ഇവിടെയാണ്. ഇവിടേക്ക് വരൂ, ഇവിടെ സമാധാനമുണ്ട്. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും, അല്ലാഹു എന്ത് തന്നോ അതെല്ലാം അൽഹംദുലില്ലാഹ്, അവിടെ സമാധാനം ഉണ്ടാവും. അവർക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. അവരുടെ വരുമാനം മാസത്തിൽ 7000 രൂപയാണെങ്കിലും അവർ കോടീശ്വരന്മാരാണ്. 70,000 ലഭിക്കുന്നവനെക്കാളും കോടീശ്വരൻ ഇയാളാണ്. അബൂ ഹുറൈറ തങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് അല്ലാഹു നൽകുന്ന ഏത് വിഷയമാണെങ്കിലും അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു നിനക്ക് സമാധാനം നൽകും. കോടീശ്വരനായി മാറാം. ഇബ്നു ആദം, ഓ മക്കളെ,
ഓ ആദം സന്തതികളെ, ഖലഖ്തുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കരുത്. നിന്റെ ജീവിതത്തിന്റെ, നിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കളിയല്ല, കളിക്കലല്ല, കളിക്കാണലല്ല, ആരാധിക്കലാണ്, ഇബാദത്താണ്. ഇബാദത്ത് ചെറുതും കളി വലുതുമായി മാറരുത്. ഇബാദത്തിന്റെ ഇടയിലുള്ള കളികളൊക്കെ കളി വലുത്, ഇബാദത്ത് സൈഡ്. വേൾഡ് കപ്പ് നടക്കുമ്പോ കളി കണ്ടുകൊണ്ടിരിക്കുക, ജമാഅത്ത് നടക്കുന്നുണ്ട് പള്ളിയിൽ, ബാങ്ക് കൊടുക്കുമ്പോൾ കളി നിർത്തി പള്ളിയിലേക്ക് വന്നു. അപ്പൊ നിന്റെ കളിയെക്കാളും വലുത് നിനക്ക് ജമാഅത്താണ്, ഒക്കെ കുഴപ്പമില്ല. നേരെ മറിച്ച് നിസ്കാരം പോലും ഇല്ലാതെ കളികളുടെ പിന്നാലെ പോകുന്നത്, ഫലാ തൽഅബ്, അങ്ങനെ ജീവിക്കരുത്. നിനക്ക് വലുത് ഇബാദത്താണ്. വഖസംതു ലക റിസ്ഖക ഫലാ തതഅബ്, നിനക്കുള്ള റിസ്ഖെല്ലാം ഞാൻ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നീ സമ്പാദിക്കുന്നത്, നിന്റെ വീട് എങ്ങനെ, നിന്റെ വാഹനം എങ്ങനെ, നിനക്ക് എത്ര കുട്ടികൾ, നിന്റെ ഭാര്യ ആര്, നിന്റെ ഭർത്താവ് ആര്, എല്ലാം അല്ലാഹു നേരത്തെ കണക്കാക്കി വെച്ചു. അതിൽ നീ തൃപ്തിപ്പെട്. ഫലാ തതഅബ്, പിന്നെ പടച്ചവന്റെ കണക്കിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നീ ക്ഷീണിക്കണ്ട. ഞാൻ നിനക്ക് കണക്കാക്കിയതിൽ നീ തൃപ്തിപ്പെട്ടാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, അഥവാ ഭാര്യ കിട്ടി അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഭർത്താവ് അൽഹംദുലില്ലാഹ്, എന്റെ ഭർത്താവ് എന്റെ ജീവനാണ്, എനിക്ക് എന്റെ ഭർത്താവാണ് വലുത്, എന്റെ വീട് അൽഹംദുലില്ലാഹ് മനോഹരം, ചെറുതാണെങ്കിലും പ്രശ്നങ്ങളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ, വാഹനം ചെറുതാണെങ്കിലും മഴ കൊള്ളാതെ പോകാൻ പറ്റുന്നില്ലേ, വരുമാനം കുറച്ചാണെങ്കിലും കടങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലേ. ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ, നിന്റെ ഹൃദയത്തിന് ഞാൻ ആശ്വാസം നൽകും, നിന്റെ ശരീരത്തിനും ഞാൻ ആശ്വാസം നൽകും. രോഗം പോലും ഉണ്ടാവില്ല, ശ്രദ്ധിക്കണം, രോഗം പോലും ഉണ്ടാവില്ല. നിന്റെ മനസ്സിനും നിന്റെ ശരീരത്തിനും ഞാൻ ശാന്തി നൽകും, റാഹത്ത് നൽകും, വിശ്രമം നൽകും, സന്തോഷം നൽകും. ഒന്നുമില്ല. രോഗം വരുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സ് വ്രണപ്പെടുമ്പോഴാണ് ശരീരം വ്രണപ്പെടുന്നത്. ശ്രദ്ധിക്കണം ഉമ്മമാർ, രോഗിയാകുന്നത് നിങ്ങളുടെ മനസ്സ് രോഗിയാകുമ്പോഴാണ്. മനസ്സിന് രോഗം പിടിപ്പെടുമ്പോഴാണ് ശരീരത്തിന് രോഗം പിടിപ്പെടുന്നത്. മനസ്സിന് മാനസികമായ കരുത്തുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഏത് രോഗങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാൻ പറ്റും, പോരാടാൻ പറ്റും. അല്ലാഹു പറയാൻ, ഞാൻ നിനക്ക് കണക്കാക്കി തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും ഞാൻ ആരോഗ്യം നൽകും, ആത്മാവിന് ശാന്തി നൽകും, ശരീരത്തിന് സുഖം നൽകും. ഇതിനേക്കാളപ്പുറം എന്താ നമ്മൾക്ക് വേണ്ടത്? ഇതിനേക്കാളപ്പുറം എന്താ നമ്മൾക്ക് വേണ്ടത്? മാനസികമായ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം പോരെ. അത് മാത്രല്ല, നീ എന്റെ അടുത്ത് സ്തുത്യർഹനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ കുറിച്ച് ഞാൻ മദ്ഹ് പറയും, നിന്നെ എനിക്ക് ഇഷ്ടപ്പെടും, നിന്നെ ഞാൻ സ്നേഹിക്കും. ഇനി ഞാൻ നിനക്ക് കണക്കാക്കി തന്ന ഭാര്യയിൽ നീ തൃപ്തനല്ല, ഭർത്താവിൽ തൃപ്തനല്ല, വീട്ടിൽ തൃപ്തനല്ല, ജോലിയിൽ തൃപ്തനല്ല, നിന്റെ കയ്യിലുള്ള വരുമാനത്തിൽ തൃപ്തനല്ല, എല്ലാം നിന്നെക്കാളും മുകളിലുള്ളവരിലേക്ക് നീ നോക്കുകയാണെങ്കിൽ, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, ഒരു പക്ഷേ നിനക്ക് ഇതിനേക്കാളും വലിയ വരുമാനം ഉണ്ടായേക്കാ, വലിയ വീടുണ്ടായേക്കാ, വലിയ വാഹനങ്ങൾ ഉണ്ടായേക്കാ. കാടുകളിൽ ഇരകളെ തേടി സിംഹങ്ങൾ ഇരകളെ തേടി ഓടുന്നത് പോലെ നിങ്ങളും ഓടും. എന്നിട്ട് ചാടി വീഴും മാൻപേടകളുടെ മുകളിൽ. സിംഹങ്ങളും കടുവകളും ചാടി വീഴുന്നത് പോലെ ചാടി വീഴും, സമ്പത്തിന്റെ പിന്നാലെ ഓടും. വിശ്രമമില്ലാതെ നീ അധ്വാനിക്കും. നിസ്കാരം ദീനൊന്നുമില്ല, വിശ്രമമില്ലാതെ, രാത്രി ഉറക്കില്ലാതെ, രാവിലെ ഭക്ഷണം ഊണും ഒന്നുമില്ലാതെ നീ ഓടും. പക്ഷെ ഓടി 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 നീ തളരുമെന്നല്ലാതെ എന്റെ കണക്കിൽ നിന്ന്, ഞാൻ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു ദിർഹം കൂടുതൽ നിനക്ക് കിട്ടൂല. എന്ന് മാത്രമല്ല, എന്റെ അടുത്ത് നീ നിന്ദ്യനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല,
നീ വെറുതെ ഓടി നിന്റെ ദീൻ നഷ്ടപ്പെടുത്തി എന്നല്ലാതെ നിനക്കൊന്നും കിട്ടൂല. എനിക്കാണെങ്കിൽ നിന്നോട് വെറുപ്പാണ്. ഇതാണ് ദീൻ വിട്ട് സമ്പാദ്യത്തിന്റെ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവർക്കുള്ള അവസ്ഥ. ഗാനമേളകളാണെങ്കിലും സിനിമയാണെങ്കിലും മറ്റുള്ള എന്റർടൈൻമെന്റ്, ഹറാമായ ഏത് പെണ്ണ്, വ്യഭിചാരം, കഞ്ചാവ്, കള്ള് ഏതായാലും ശരി, അള്ളാഹുവിന്റെ ദീൻ വിട്ടിട്ടുള്ള എല്ലാ എന്റർടൈൻമെന്റുകൾക്ക് പിന്നിലും ദുഃഖമാണ്. ശേഷം നരകമാണെങ്കിൽ ഏത് ലദ്ദത്തും കുല്ലു ലദ്ദ, ഏത് സുഖങ്ങളും അതിന്റെ ശേഷം നരകമാണെങ്കിൽ ആ സുഖത്തിന് എന്തർത്ഥമാണുള്ളത്? ഏത് സുഖങ്ങളും അതിന്റെ ശേഷം നരകമാണ് ലഭിക്കുന്നതെങ്കിൽ ആ സുഖത്തിന് എന്തർത്ഥമാണുള്ളത്? ഇബ്നു ആദം, ഓ ആദം സന്തതികളെ, അല്ലാഹു പറയുന്നുണ്ട്, ലം അൻസ മൻ അസാനി, എന്നോട് തെറ്റ് ചെയ്യുന്നവരെ പോലും ഞാൻ മറക്കാറില്ല. അഥവാ എന്നോട് മോശമായി പെരുമാറുന്നവരെ പോലും ഞാൻ മറക്കാറില്ല. ലം അൻസ മൻ അസാനി ഫകൈഫ മൻ അതാനി, എന്നെ അനുസരിക്കുന്ന ആളുകളെ പിന്നെ ഞാൻ എങ്ങനെയാണ് മറക്കുക? അല്ലാഹുവിന്റെ ചോദ്യം കേൾക്കണം. ലം അൻസ മൻ അസാനി, നമ്മളൊക്കെ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ അവരെ മറക്കും. ബക്കറ്റ് കൊടുത്തോളിയേ, ബക്കറ്റ് പോകാനുണ്ടെങ്കിൽ പോയിക്കോളെ ഇൻഷാ അല്ലാഹ്. നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് മോശമായിട്ട് പെരുമാറും. ലം അൻസ മൻ അസാനി, എന്നോട് മോശമായി പെരുമാറുന്ന ആളുകളെ ഞാൻ മറന്നിട്ടില്ല. എന്നോട് മോശമായിട്ട് പെരുമാറിയ ആള് ഞാൻ മറന്നിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇങ്ങോട്ട് മോശമായാൽ അങ്ങോട്ട് മോശമാവും, ഇങ്ങോട്ട് നന്മ ചെയ്താൽ അങ്ങോട്ട് നന്മ ചെയ്യും. അല്ലാഹു അങ്ങനെയല്ല. ഫകൈഫ മൻ അതാഅനി, എന്നോട് മോശമായി പെരുമാറിയ ആളുകൾക്ക് പോലും നന്മ ചെയ്യുന്ന ഞാൻ, എന്നോട് നന്മ ചെയ്യുന്ന ആളുകളെ പിന്നെ ഞാൻ എങ്ങനെയാണ് മറക്കുന്നത്? നിങ്ങൾ എന്നോട് നന്മ ചെയ്താൽ ഞാൻ നിങ്ങൾ ഒരു നിലക്കും മറക്കൂല. ഫകൈഫ മൻ അതാഅനി, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ മറക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നുണ്ട്, യബ്ന ആദം, മനുഷ്യരെ, ലാ തസ്അൽനി റിസ്ഖൽ ഗദ്, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കല്ല, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കല്ല. കമാലം അത്ലുബുക ബിഅമലിൽ ഗദ്, നാളത്തെ അമൽ ഞാൻ നിങ്ങളോട് ചോദിക്കാത്തതുപോലെ, അടുത്ത വർഷത്തെ നോമ്പ് ഇപ്പോൾ നോക്കാൻ ഞങ്ങളോട് പറയാത്തതുപോലെ, അടുത്ത വർഷത്തേക്കുള്ള കാശ് നീ ഇപ്പോൾ ചോദിക്കേണ്ടത് അപ്പൊ ചോദിച്ചാൽ മതി. അല്ലാഹു പറഞ്ഞോ, നാളത്തെ ഇശാ നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ പറഞ്ഞു? ഇല്ലല്ലോ. നാളത്തെ ഇശാ നിസ്കാരം നാളെ, അടുത്ത വർഷത്തെ നോമ്പ് അടുത്ത വർഷം, അടുത്ത വർഷത്തെ ഹജ്ജ് അടുത്ത വർഷം, ഇങ്ങനെ നാളത്തേത് നാളെ, മറ്റന്നാളത്തേത് മറ്റന്നാൾ. അതുപോലെ നിങ്ങൾ അമൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചോദിച്ചാൽ മതി. നാളേക്കുള്ളത് ഇന്ന് ചോദിക്കണ്ട, ഇന്നേക്കുള്ളത് നീ ഇന്ന് ചോദിച്ചാൽ മതി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളെ കെട്ടിച്ചേക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നീ ഇന്ന് ടെൻഷനാവല്ല. അതിന് അല്ലാഹു എന്തെങ്കിലും വഴികൾ തുറന്നു തരും. അതുകൊണ്ട് നീ ദീനിയായ മേഖലയിൽ അടിയുറച്ചു നിന്ന് ദീനിയായ ചിട്ടയോടുകൂടി സമ്പാദിക്കുക, അധ്വാനിക്ക്. നിനക്കുള്ള നല്ല വഴികൾ അല്ലാഹു തുറന്നു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറയുന്നത്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എന്നെ ഓർക്കണം, ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾ എന്നെ ഓർക്കണം. നിങ്ങൾ എന്നെ ഓർത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും മറന്നുകളയും. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെ മറന്നാലോ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്നെ പറഞ്ഞാൽ എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. നിങ്ങൾ നാസ്ത കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം അല്ലെ? ഉമ്മയോട് ചോദിച്ചിട്ട് ചില മക്കൾ ഭക്ഷണം കഴിക്കില്ല. ഭാര്യയോട് ചോദിച്ച് ഭർത്താവ്, ഭർത്താവിനോട് ചോദിച്ച് ഭാര്യ. നിങ്ങൾക്ക് തന്നെ നഷ്ടം. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ ഭാര്യയ്ക്ക് വിഷക്കോ ഇല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ ഭർത്താവിന് വിഷക്കോ ഇല്ല, നിങ്ങൾക്ക് തന്നെ നഷ്ടം. അതേപോലെ നിങ്ങൾ മറക്കുന്ന എന്നല്ലേ, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ നഷ്ടമായിരിക്കും. നാളെ ആഖിറത്തിൽ നിങ്ങൾ തന്നെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. ദിക്റിന്റെ ചില മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ദിക്റിന്റെ ചില മഹത്വങ്ങൾ, ദിക്റിന്റെയും ദിക്റിന്റെ മജ്ലിസിന്റെയും മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അന്നഹു യത്റുദു ശൈത്വാന, ദിക്ർ ചെല്ലുമ്പോഴും ദിക്റിന്റെ സദസ്സിലിരിക്കുമ്പോഴും പിശാചിനെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പിശാചാണ് നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നത്. പിശാചിനകറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിശാചിനകറ്റാനുള്ള വഴി ദിക്റിന്റെ മജ്ലിസും ദിക്റുകളാണ്, അല്ലേ? പിശാചിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്തില്ല.
അള്ളാഹു ചോദിച്ചു, എന്തേ സുജൂദ് ചെയ്യാത്തത്? പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യൂല, എന്നെ കാണും താഴെയുള്ള ഒരാൾ. ഫഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, ഇവിടെ വേണ്ട, നീ പോയിക്കോ, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അള്ളാഹു അട്ടിപ്പുറത്താക്കി. ലഅഖഉദന്ന ലഹും സിറാത്തുകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, മനുഷ്യന്റെ വലതു ഭാഗത്തിലൂടെ, ഇടതു ഭാഗത്തിലൂടെ, മുമ്പിലൂടെ, പിമ്പിലൂടെ, എല്ലാ പാർശ്വങ്ങളിലൂടെയും എല്ലാ ഭാഗങ്ങളിലൂടെയും ഞാൻ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ഞാൻ വലയം വെച്ചുകൊണ്ടിരിക്കും, അനങ്ങാൻ വിടൂല. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വാഗ്ദാനാണ്, അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വരമാണ്. ഒരു മനുഷ്യന്റെ ചുറ്റും ഞാൻ വലയം ചെയ്യും. പിശാച് പറയാണ്, ലഅഖഉദന്ന ലഹും സിറാത്തുകൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ, നല്ല വഴിയിലേക്ക് അടുക്കാൻ പോലും ഞാൻ അവനെ അനുവദിക്കൂല. ثم لآتينهم من بين أيديهم, അവന്റെ മുമ്പിലേക്ക് വരും, ومن خلفهم, അവന്റെ പിന്നിലേക്ക് വരും, وعن أيمانهم, വലതു വശത്തേക്ക് വരും, وعن شمائلهم, ഇടതു വശത്തേക്ക് വരും, ولا تجد أكثرهم شاكرين, ഒരു കുഞ്ഞുമോനെ പോലും ഞാൻ നന്നാവാൻ അനുവദിക്കില്ല. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയവരും അല്ലാഹു പറഞ്ഞു, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി ഞാൻ നരകത്തിലേക്ക് ഇടും. നിന്നെയും നിന്നെ കൊണ്ട് വിശ്വസിച്ച് എല്ലാറ്റിനെയും കൊണ്ടുപോയി നരകത്തിലിടും. കൂടെ നിന്നാൽ, പിശാചിന്റെ കൂടെ നിന്നാൽ. അപ്പൊ പിശാചിൽ നിന്ന് അകലാനുള്ള വഴിയാണ് ദിക്റിന്റെ മജ്ലിസുകളിലേക്ക്, സ്വലാത്തിന്റെ, വഅലിന്റെ മജ്ലിസുകളിൽ സജീവമാവുക എന്നുള്ളത്. അന്നഹു യത്റുദു ശൈത്താൻ, പിശാചിനെ അകറ്റാൻ കഴിയും. 10 ഫായിദകൾ മഹാന്മാർ പറയുന്നുണ്ട്. 10 ഫായിദകൾ മഹാന്മാർ പറയുന്നുണ്ട്. 10 ഫായിദകൾ. അതിലൊന്ന്, പിശാചിനെ അകറ്റാൻ കഴിയും. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ശൈത്വാന ഖാല, പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു, വഇസ്സതുക യാ റബ്ബ്, അല്ലാഹുവേ, ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹും ഫീ അജ്സാദിഹിം, അവരുടെ മരണം വരെ ഞാൻ മനുഷ്യനെ വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരാളെയും ഞാൻ നന്നാവാൻ വിടില്ല എന്ന് അള്ളാഹുവിനോട് പിശാച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത്, വഇസ്സതി വജലാലി, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യാണ്, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, നീ അവരെ തിന്മയിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ചാലും അവരെങ്ങാനും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആകെ ഒരു നാട്ടിലൊരു തെമ്മാടിയായി, മോശക്കാരനായി മാറി. എങ്കിലും അയാൾ ഒരു ദിവസം നിറകണ്ണുകളുമായി അല്ലാഹുവിലേക്ക് മടങ്ങി, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹദിക വബഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണ്, അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണം, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമെന്ന് നിറകണ്ണുകളുമായി പശ്ചാത്താപത്തോടെ, ഖേദത്തോടെ മടങ്ങിയാൽ ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ ആരാ പരാജയപ്പെട? പിശാചല്ലേ. എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയാൽ ഞാൻ അവരെ സ്വീകരിക്കും. പിശാച് തോറ്റു. 50-60 വർഷത്തോളം തെറ്റിലും ഹറാമിലും ജീവിച്ച ഒരാൾ മരണത്തിന്റെ തൊട്ടു മുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലി നന്നായാൽ പിശാച് ഈ കാലയളവൊക്കെ അധ്വാനിച്ചത് വെറുതെയായി. നമ്മൾക്ക് നന്നാവാൻ സെക്കൻഡുകൾ മതി, അല്ലാഹുവിലേക്ക് അടുക്കാനും സെക്കൻഡുകൾ മതി. അപ്പൊ പിശാചിൽ നിന്ന് അകലാനുള്ള വഴിയാണ് ഈ ദിക്റിന്റെയും വഅദിന്റെയും മജ്ലിസ്. ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എന്നിലേക്ക് അവരടുക്കാൻ തയ്യാറായാൽ, എന്നിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണെന്ന് അല്ലാഹു പറഞ്ഞത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു സമുദായം, ഒരു കൂട്ടം ഇങ്ങനെ ഇരുന്നാൽ, ഒരുമിച്ച് കൂടിയാൽ,
അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ പിശാച്ച് മാറി നിന്നിട്ട് നമ്മളെ കൂടെ ഒരു പിശാച്ച് വേണം. ഒരു പിശാച്ച് എല്ലാവരുടെ കൂടെ ഉണ്ട്. ആ പിശാച്ച് മാറി നിന്നിട്ട് ദുനിയാവിനോട് പറയും, അലാ തറൈന മാ യസ്നഊൻ, കാണുന്നില്ലേ, മനുഷ്യന്മാരെ കാണുന്നില്ല, അവരൊക്കെ ഇങ്ങനെ വാദ പോയി കേൾക്കുക, അവരൊക്കെ ഹദ്ദാദ് ചെല്ലുക, അവരൊക്കെ ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, നിങ്ങൾക്ക് അത് കാണുന്നില്ലേ എന്ന് പിശാച്ച് ദുനിയാവിനോട് പറയും. അപ്പൊ ദുനിയാവ് പറയും, ദഅഹും, അവരെ വിട്ടേക്ക്, ഫഇന്നഹും ഇദാ തഫറഖൂ, വാദ് കഴിഞ്ഞ് വന്നാൽ അവരുടെ പിരടിക്ക് പിടിച്ചേക്ക്. വാദ് കഴിയുന്നത് വരെ തൊടാൻ കഴിയില്ല, അത് ശരിയാണ്. ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, ഹദ്ദാദ് കഴിയുന്നത് വരെ പിശാച്ചിന് ഒരു റോഡില്ല. കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോ അവരുടെ പെരടിക്ക് പിടിച്ചേക്ക്, അവരെ പിടിച്ചോണ്ടേക്കൂടി. ഇതെല്ലാം കഴിഞ്ഞവര് പിരിഞ്ഞു പോകുമ്പോഴേക്കും ഇതിൽ നിന്ന് മാറി നിന്നിലേക്ക് അവരെ മടങ്ങി വരാൻ സാധ്യതയുണ്ട്, അവരെ പിടിച്ചോളൂ എന്ന് ദുനിയാവ് പിശാച്ചിനോട് പറയുമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ഇൽമിന്റെ സദസ്സുകൾ, ഈ ദിക്റിന്റെ സദസ്സുകൾ വളരെ പ്രധാനമായിട്ട് ഒന്നാമത്തെ മഹത്വം പിശാച്ചിൽ നിന്ന് അകലാൻ നമ്മെ സഹായിക്കും. എത്ര കണ്ട് വഅദിന്റെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, എത്ര കണ്ട് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, അത്രയും അയാൾ പിശാച്ചിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിശാച്ച് നമ്മുടെ ശത്രുവാണ്. ഫദല്ലാഹുമാ ബിഗുറൂർ فلما ذاق الشجرة بدت لهما سوآتهما وطفقا يقصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. ആദമിനോട് ഹവ്വയോട് അല്ലാഹു ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പിശാച് ശത്രുവാണെന്ന്, എന്തേ നീ കേൾക്കാത്തത്? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ് പിശാച് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പിശാചിന്റെ വാക്ക് എന്തേ നീ കേട്ടത് എന്നാണ് അല്ലാഹു ചോദിച്ചത്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ, തെറ്റുപറ്റുപോയി റബ്ബേ. അല്ലാഹു പുറത്തു കൊടുത്തു. അതേപോലെ പിശാച് ശത്രുവാണെന്ന് നമ്മൾക്കറിയാം, എന്നിട്ടും നമ്മുടെ ഭാഗത്ത് തെറ്റ് വരും. തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയാൽ അല്ലാഹു പുറത്തു തരും. ദിക്റിന്റെ 10 മഹത്വങ്ങളിലൊന്ന്, ദിക്റിന്റെ 10 പ്രത്യേകതകളിലൊന്ന്, ദിക്റിലൂടെ ജീവിക്കുന്ന ഒരാളെ പിശാചിന് ശല്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിരന്തരമായ ഒരാൾ ദിക്ർ ചൊല്ലാൻ, ദിക്റന്നെ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ വാളുകൾ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹ്, സ്വലാത്ത്, ദിക്ർ ചൊല്ലി, ഖുർആൻ ഓതി, നിസ്കരിച്ച്, തന്നെ അയാളെ പിശാചിന് തൊടാൻ കഴിയില്ല. 2 അന്നഹു യുർദിർ റഹ്മാന അസ്സ വജൽ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ കഴിയും. എത്ര കണ്ട് ദിക്ർ വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രയും കണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായ ആൾ മാറും. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ കഴിയും. عن أبي الدرداء رضي الله عنه, അബൂ ദർദാ തങ്ങൾ പറയാണ്, قال رسول الله, നർക്ക സ്വലാത്തിൽ ഒരു 3 എണിറ്റുന്നോളി, اللهم صل على محمد يا رب صل عليه وسلم, ഉറക്ക ചൊല്ലി, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم. الله സ്വീകരിക്കട്ടെ. وعن أبي الدرداء رضي الله عنه, അബൂ ദർദാ തങ്ങൾ പറയാണ്, قال رسول الله صلى الله عليه وسلم, നബി തങ്ങൾ പറയുന്നുണ്ട്, لا يبعثن الله أقواما يوم القيامة, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരു സമുദായത്തെ കൊണ്ടുവരുന്നുണ്ട്. മഹ്ശറയിൽ ഒരു സമുദായത്തെ അല്ലാഹു കൊണ്ടുവരാൻ, ഒരു കൂട്ടം ആളുകൾ. ഫീ വുജൂഹിഹിമുൻ നൂർ, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്. അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്. അലാ മനാബിരി ലുഅ്ലുഇ, മുത്തുകളുടെ പവിഴങ്ങളുടെ സിംഹാസനങ്ങളിലാണ് അവർ ഇരിക്കുന്നത്. മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം, മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം പവിഴങ്ങൾ കൊണ്ട്, രത്നങ്ങൾ കൊണ്ടുള്ള മനോഹരമായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്.
അവരെ കാണുമ്പോൾ ജനങ്ങൾ അസൂയയോടെയാണ് നോക്കുന്നത്. നമ്മളൊക്കെ നോക്കൂലെ, വലിയ വണ്ടിയിലൊക്കെ പോകുന്ന ആളെ കാണുമ്പോൾ അസൂയയോടെ നോക്കൂടെ? നല്ല വീടൊക്കെ കാണുമ്പോൾ അസൂയയോടെ, തകരാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കിട്ടാനുള്ള പൂതിയോടെ ഒരു അസൂയയുടെ ഒരു നോട്ടം. അതേപോലെ ജനങ്ങൾ അസൂയയോടെ നോക്കും. ഏതപ്പായി മനുഷ്യന്മാർ, ഏതായി കൂട്ടര്? അവർ പ്രവാചകന്മാരല്ല. അവർ പ്രവാചകന്മാരല്ല. അവർ രക്തസാക്ഷികളല്ല, ഷഹീദുകളല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി പിടഞ്ഞു മരിച്ചവരല്ല. അള്ളാഹുവിന് വേണ്ടി രക്തം സമ്മാനിച്ചവരല്ല. ശുഹദാക്കളുമല്ല, അംബിയാക്കളുമല്ല. പിന്നെ ആരാണാവോ ഇത്രയും വലിയ ടീം? മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ടൊരു അഅറാബി നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ജല്ലിഹിം ലനാ, അവരെ കുറിച്ചൊന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമോ? നഅരിഫുഹും, അവർ ആരാണെന്ന് ഞങ്ങളൊന്ന് പഠിച്ചോട്ടെ, അവരെ പോലെയാകാനൊന്ന് ശ്രമിച്ചോട്ടെ, അവർ ആരാണെന്ന് പറഞ്ഞു തരുമോ എന്നൊരു അഅറാബി മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് എത്തി. നബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ മുതഹാബൂന ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ, മിൻ ഖബാഇല ശത്താ, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന്, വബിലാദിൻ ശത്താ, വ്യത്യസ്തമായ നാടുകളിൽ നിന്ന്. എല്ലാവരും ഈ പുഞ്ചക്കാടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല? പുഞ്ചക്കാട് തന്നെയല്ലേ നാട്ടിന്റെ പേര്? എല്ലാവരും പുഞ്ചക്കാട്ടുകാരാണെന്ന് വിശ്വാസം എനിക്കില്ല. വ്യത്യസ്തമായ നാട്ടുകാരുണ്ടാകും. വ്യത്യസ്തമായ നാട്ടുകളിൽ നിന്ന്, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി എന്നെ സ്നേഹിക്കുന്നവരാണവർ. യജ്തമിഊന അലാ ദിക്രില്ലാഹ്, എന്നെ ഓർക്കാനാണ് അവർ ഒരുമിച്ച് കൂടിയത്. ആ ആളുകൾക്ക് അല്ലാഹു നാളെ നൽകുന്നത് മനോഹരമായ രത്നങ്ങൾ കൊണ്ടുള്ള സിംഹാസനങ്ങൾ ഇരുത്തി അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദിക്റാണ്. ഖുർആനും ഹദീസുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആരും പൈസ കിട്ടുമെന്നോ ചീരണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ വന്നതല്ല. ഉറങ്ങാം, നല്ല ഈ മഴയത്ത് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാം, പക്ഷേ എങ്കിലും കുറച്ച് വാലൊക്കെ കേട്ടോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നു വന്നു. ഈ നമ്മൾക്ക് അല്ലാഹുവിന് പകരം നാളെ മനോഹരമായ പവിഴങ്ങളും രത്നങ്ങളും കൊണ്ട് അല്ലാഹു ഒരുക്കി വെച്ച സിംഹാസനങ്ങളിൽ മുഖം പ്രകാശിക്കുന്നവരായിരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ മൂന്നാമത്തെ വിഷയം അതാണ്, അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ, നമ്മുടെ മുഖത്തിനൊരു പ്രകാശം നൽകും. അത് ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും ഉണ്ടാകും. വലിയ മഹാന്മാരുടെ മുഖത്തിനൊക്കെ നല്ല തെളിച്ചുണ്ടാകും. നിങ്ങളൊക്കെ ചില ആളുകളെ കാണുമ്പോൾ നോക്കിയാൽ മതി, അല്ലേ? ചില ആളുകളെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നാളെ ഇവിടെ ബഹുമാനപ്പെട്ട മാനൂർ ഉസ്താദ് വരുന്നുണ്ട്. അതുപോലെ പ്രഗത്ഭരായ അല്ലാഹുവിനെ പേടിയുള്ള ഉഖ്റവിയായ ആലിമുകളുടെ മുഖം കാണുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടാകും മുഖത്തിന്. അതെങ്ങനെ കിട്ടി ആ വെളിച്ചം? ആ വെളിച്ചം കിട്ടിയത് ദിക്റിലൂടെയാണ്. ദിക്റിലൂടെയാണ് ആ വെളിച്ചം ലഭിച്ചത്. അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ, മുഖത്തിനും ഹൃദയത്തിനും അല്ലാഹു പ്രകാശം നൽകും. ദിക്റിന്റെ മഹത്വമാണത്. നമ്മുടെ മുഖത്തിനൊരു വെളിച്ചം കിട്ടും, ഹൃദയത്തിനൊരു വെളിച്ചം കിട്ടും ദിക്റിലൂടെ. നന്നായി ദിക്ർ ചൊല്ലിക്കോ, ആ ഒരു വെളിച്ചം മുഖത്ത് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദിക്റിന്റെ മറ്റൊരു മഹത്വം നമ്മുടെ മുഖത്തിനും ഹൃദയത്തിനും വെളിച്ചം ലഭിക്കുമെന്നുള്ളതാണ്. ഹൃദയത്തിന്റെ വെളിച്ചം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഹൃദയം തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ മനോഹരമാക്കുന്നത്, വെളിച്ചമാക്കുന്നത് ദിക്റിലൂടെയാണ് എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ദിക്ർ കൊണ്ട് ഹൃദയത്തെ വെളിച്ചമാക്കാൻ കഴിയും. ഹൃദയം ശുദ്ധിയാകാൻ, ഹൃദയം വെളിച്ചമാകാൻ 5 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒന്ന്, നന്നായി ഖുർആൻ ഓതലാണ്. ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞിട്ട് മറ്റുള്ള ദിക്റുള്ളൂ. ഒരാൾക്ക് ദുആ ചെയ്യാൻ പോലും മടിയാണ്, ആ സമയത്തും ഖുർആൻ ഓതാനുള്ള ഉദ്ദേശമാണ്. ഉദാഹരണത്തിന് റമദാൻ മാസമായാൽ ഒരു 10 ഖത്തം തീർക്കണം എന്നുള്ള നിയത്തോടു കൂടി തന്നെ ദുആ ചെയ്യാൻ പേടിയാണ്. ഈ ദുആ ചെയ്യുന്ന സമയത്ത് അത്ര ഓതാൻ കഴിയില്ലല്ലോ. ദുആ വേണ്ട, കുറച്ച് ഖുർആൻ ഓതാൻ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ള ആ ആവശ്യങ്ങൾ അല്ലാഹു ചോദിക്കാതെ തന്നെ അതിനേക്കാൾ കൂടുതൽ അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ദ്വാരന്നിട്ടല്ലോ, തീരെ ദ്വാ ചെയ്തിട്ടില്ലല്ലോ, വേണ്ട, വിഷമം വേണ്ട. ആ സമയം ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിച്ചതല്ലേ. അതുകൊണ്ട് നിന്റെ മനസ്സ് റബ്ബിന് കാണുന്നുണ്ട്. അല്ലാഹു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും.
ഖുർആൻ അങ്ങനെയാണ്. ഖുർആൻ ഒരു ദിക്റാണ്. ഖുർആനെ മറച്ച് കവച്ചു വെക്കുന്ന മറ്റൊരു ദിക്റില്ല. അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ, ഹൃദയത്തിനും മുഖത്തിനും പ്രകാശം നൽകും. ഹൃദയത്തിന് പ്രകാശം നൽകാൻ ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. നന്നായി ഖുർആൻ ഓതിയാൽ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും. നന്നായി ഖുർആൻ ഓതിന് അർത്ഥം അറിയെങ്കിലും അറിയില്ലെങ്കിലും നന്നായിട്ട് ഓതൻ, അങ്ങോട്ട് തപ്പിപ്പിടിച്ച് ഓതൻ. നന്നായി ഓതുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഒരുപാട് പ്രതിഫലം. ഇനി ഒരാൾക്ക് ഓതാനെന്ന് അറിയുന്നില്ല, തപ്പിപ്പിടിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഓതാണ്. 2 കൂലിയുണ്ട്. ഒന്ന് പഠിച്ചതിന്റെ കൂലി, 2 ഓതിയതിന്റെ കൂലി. അയാൾക്ക് അല്ലാഹു നൽകുന്നത് 2 കൂലിയാണ്. തെറ്റുമെന്ന് പേടിച്ച് നീ വിഷമിക്കണ്ട, അല്ലാഹു അതിനൊക്കെ പരിഹാരം. തെറ്റുമെന്ന് പേടിച്ച് നീ വിഷമിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള ശ്രമം നടത്തിയതിന് 2 കൂലിയാണ് നിങ്ങൾക്ക് തരുന്നത്. നന്നായി ഓതുന്നവർക്ക് അതിനേക്കാളും കൂലിയുണ്ട്. പഠിക്കുന്നവർ ഓതിക്കോളൂ. ഓതുന്നതിനനുസരിച്ച് ഓത്തിന്റെ സ്പീഡ് കൂടും. ഓതുന്നതിനനുസരിച്ച് ഒരാൾക്കൊരു ജുസ് ഓതാൻ അരമണിക്കൂർ വേണമെങ്കിൽ നിരന്തരമായി ഓതുന്ന ആളുകൾക്ക് അത് 25 മിനിറ്റ് ആകും. പിന്നെയും ഓതുമ്പോൾ അത് 20 മിനിറ്റ് ആകും. പിന്നെയും ഓതുമ്പോൾ അത് 15 മിനിറ്റ് ആകും. തമാശയല്ല, 15 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ജുസ് ഓതാൻ പറ്റും. എന്നാൽ മഹാന്മാർ ഒരു ദിവസം തന്നെ 8 ഖത്തം ഓതിയിരുന്ന ആളുകളുണ്ട്. 8 ജുസ് അല്ല, 8 ഖത്തം ഒരു ദിവസത്തിൽ ഓതി 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 സമയത്തിൽ ബർക്കത്തും കൂടി ലഭിച്ചു. ഒരു ഖത്തമല്ല, 8 ഖത്തമൊക്കെ ഒരു ദിവസത്തിൽ ഓതി തീർത്തു. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു ഖത്തം ഓതി തീർത്ത ആളുകളുണ്ട്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അങ്ങനെയുണ്ട്. അല്ലാഹു ബർക്കത്ത് നൽകി ഈ സമയത്തിൽ. പിന്നെ ഓതി ഓതി അത് അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. അതുകൊണ്ട് മുഖത്തിന് പ്രകാശം ലഭിക്കാനുള്ള വഴി ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, തഹജ്ജുദ് നിസ്കരിക്കുക. നന്നായി തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് ഹൃദയത്തിലെയും മുഖത്തിന്റെയും പ്രകാശമാണ്. മറ്റൊരു വിഷയം, അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബി, ഹൃദയത്തിന്റെ വിഷമങ്ങളെ, ഹൃദയത്തിന്റെ പ്രയാസങ്ങളെ, മാനസികമായ സംഘർഷങ്ങളെ, ദുഃഖങ്ങളെയെല്ലാം മാറ്റിത്തരും. നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തും. ഈ ദിക്റെന്ന് മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ദിക്ർ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്, അത്ര കണ്ട് ദുഃഖം മാറി സന്തോഷം പകരം വരും. സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട് എന്ന് നമ്മൾ പറയും. എന്നാൽ ദിക്ർ ചൊല്ലുന്നവർക്ക് സമാധാനവും സന്തോഷവുമുണ്ട്. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, ഒന്നാമത്തെ കാര്യം പറഞ്ഞു പിശാചിനെ അകറ്റുമെന്ന്. ദിക്ർ ചൊല്ലിയാൽ പിശാച് മാറി നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആയത്ത് പറയുന്നത് സുഖ്റുഫിലെ 36-ാമത്തെ ആയത്ത്, ദിക്ർ ചൊല്ലാത്തവന്റെ കൂടെ പിശാച് ഉണ്ടാകുമെന്നാണ്. ദിക്ർ ചൊല്ലാത്തവന്റെ കൂടെ പിശാച് ഉണ്ടാകും. ومن يعش عن ذكر الرحمن, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് നുഖയ്യിൽ ലഹു ശൈത്വാനൻ, അവന്റെ കൂടെ ഒരു പിശാചിനെ ഞാൻ നിയോഗിക്കുമെന്ന്. ഫഹുവ ലഹു ഖരീൻ, അവന്റെ ചങ്ങാതിയായി, അവന്റെ കൂട്ടുകാരനായി പിശാചുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. പിശാചുണ്ടാകും ദിക്ർ ചൊല്ലാത്തവന്റെ കൂടെ. അല്ലാഹുവിൽ നിന്ന് മാറി നിൽക്കുന്നവന്റെ കൂടെ പിശാചുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഇദാ ദഖല അർറജുലു ബൈതഹ, ബാല കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി വലജ്നാ എന്നിങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ഫദക്കറ ഇസ്മല്ലാഹി തആല ഹീന യദ്ഖുലു, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്റിലൂടെ കയറിയാൽ പിശാച് പറയും ലാ മബീത ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല, ഇന്ന് നിങ്ങൾ തൽക്കാലം മഴയത്ത് ഉറങ്ങിക്കോളൂ. നല്ല കോരിച്ചൊരിയുന്ന മഴ. വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാരൊക്കെ കയറുമ്പോൾ താവ് തുറക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കയറി. പിശാച് കൂടെയുള്ള കുട്ടിപ്പട്ടാളടുത്തൊക്കെ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ ചാൻസ് ഇല്ല, പുറത്തുറങ്ങിക്കോളി. ആ വീട്ടിലേക്ക് പിശാച് കയറൂല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച് പറയും വലാ അശാഹുന, ഇന്ന് നിങ്ങൾക്ക് ഫുഡും ഇല്ല. വീട്ടുകാരെല്ലാം ഒന്നിച്ചിരുന്ന് ഒരേ ടേബിളിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ആ ഒരു ശീലം കൊണ്ടുവരണം.
ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഉപ്പയും ഉമ്മയും മക്കളും കൂട്ടുകാരൊക്കെ ഒരു ടേബിളിൽ ഒന്നിച്ച് വെച്ച് ഒന്നിച്ച് പ്ലേറ്റും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പരസ്പരം ചൊരിഞ്ഞു കൊടുത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരാൾ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ പിശാച് തന്റെയുള്ള കൂട്ടാളികളോട് പറയുമത്രേ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണവുമില്ല, അന്നത്തെ പിശാച് പട്ടിണിയാണ്. അന്ന് പിശാച് പട്ടിണിയാണ്, ഉറങ്ങാൻ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇങ്ങനെ എന്നും ആക്കിയാൽ പിശാച് നിങ്ങളിൽ നിന്ന് അകന്നു പോകും. പിന്നെ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി. നിന്റെ പിശാച് പട്ടിണിയാകും, നിന്റെ പിശാച് ബലഹീനനാകും, നിന്നെ തൊടാൻ കഴിയൂല. ദിക്റിലൂടെ ജീവിച്ച പിശാചകലും, ദിക്റിലെ പിശാച് ഇങ്ങനെ ശക്തിപ്പെട്ട് നല്ല ഉഷാറായി നീ ബലഹീനനായി പിശാച് പറഞ്ഞതുപോലെ നീ ജീവിക്കേണ്ടി വരും. ഇനി വീട്ടിലേക്ക് കയറി അല്ലാഹുവിന്റെ പേര് ചൊല്ലാതെ ബിസ്മി ചൊല്ലാതെയാണ് വീട്ടിലേക്ക് കയറുന്നത്. പാട്ടും പാടി കയറാൻ പിശാച് കൂടെയുള്ള പട്ടാളത്തോട് പറയും, ഇവിടെ വാ, നല്ല AC ഇട്ട റൂമുണ്ട്, വാ, നല്ല മനോഹരമായി ഗ്രാനൈറ്റ് ചെയ്ത വീടുണ്ട്, വാ, എല്ലാരും വിളിച്ച് വീട്ടിലേക്ക് കയറ്റും. പിശാചങ്ങോട്ട് തിക്കി തിരക്കി വീട്ടിലേക്ക് കയറും. എന്നിട്ട് കൂടെ ഉറങ്ങുമ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നു. എന്തിനേറെ ഭാര്യയുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ വരെ പിശാചുണ്ടാകും. ഭർത്താവിന്റെ ഗുഹ്യാവയവങ്ങളുടെ ദ്വാരത്തിലൂടെ പിശാചു നുഴഞ്ഞു കയറുമെന്നും ഭാര്യയുടെ കൂടെ വൈകാരികമായ ലൈംഗിക ബന്ധത്തിൽ പിശാചുണ്ടാകുമെന്നും അതിൽ നിന്നുണ്ടാകുന്ന കുട്ടിക്ക് പിശാചുമായി പങ്കുണ്ടാകുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ കുട്ടി നന്നാന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി മതം മാറി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കുട്ടി ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് രാത്രികളാണ്. ബിസ്മി ചൊല്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങളുടെ കൂടെ ബന്ധപ്പെട്ടത് പിശാചാണ്. ആ കുട്ടിക്ക് പിശാചുമായി ബന്ധമുണ്ട്. പിശാചു ഞാൻ പറഞ്ഞ വിഷയമല്ല, നബി തങ്ങൾ പറഞ്ഞ വിഷയമാണ്. നിങ്ങളുടെ കൂടെ പിശാച് ബന്ധപ്പെടും എന്ന് തന്നെ. അപ്പൊ കുട്ടി ഉണ്ടായ കുട്ടിയുടെ ഉപ്പയായിട്ട് പിശാചും വരും. അതുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖതന. റബ്ബേ, അല്ലാഹുവേ, പിശാചിനെ മാറ്റണേ. അന്ന് പിശാചിനെ റൂമിലേക്ക് കയറാൻ കഴിയില്ല. ലം യദുർറഹു ഉമ്മുസ്ബിയാൻ. അങ്ങനെ ആ ദിവസം കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് പൈശാചികമായ ഷർറുണ്ടാവൂല, അപസ്മാരം പോലെ പൈശാചികമായ ഫിത്നയുണ്ടാവൂല. വളരെ എളുപ്പത്തിൽ ആ കുട്ടികളെ നന്നാക്കാൻ കഴിയും. ഇല്ലെങ്കിലോ കുട്ടികളെ വാദം പറഞ്ഞ് കുറെ കൗൺസിലിംഗ് കൊടുത്ത് ഉപദേശിച്ച് എത്ര റിസ്ക് ആയിരിക്കും. പിടിച്ചു വെച്ച പോലെ അങ്ങോട്ട് വളഞ്ഞു 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 പോകും. ഇതോ ജസ്റ്റ് ചെറിയൊരു ഉപദേശം മതി നന്നാവാൻ. അതുകൊണ്ട് എന്ത് വേണം? എവിടെയും ദിക്ർ വലിയൊരു പ്രാധാന്യമാണ്. ഇസ്ലാം ദിക്ർ പറയാത്തൊരു ഏരിയ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദിക്ർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ പറഞ്ഞു തരാൻ പറ്റുമോ ഇസ്ലാമിൽ? ബാത്റൂമിലേക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഇനി മൂത്രമൊഴിച്ച് മനോഹരിക്കുമ്പോൾ ദിക്റുണ്ട്, കുപ്പായം ഇടുമ്പോൾ ദിക്റുണ്ട്, ചെരുപ്പിടുമ്പോൾ ദിക്റുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്റുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട്, വണ്ടിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. ദിക്ർ തന്നെ എവിടെ നോക്കിയാലും. ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുണ്ട്, കഴിച്ചു കഴിഞ്ഞാലും ദിക്റുണ്ട്, ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്, എണീക്കുമ്പോൾ ദിക്റുണ്ട്. ദിക്ർ തന്നെ. ഇനി ഉറക്കിനിടയിൽ സ്വപ്നം കണ്ടാലും ദിക്റുണ്ട്, ഇല്ലേ? എവിടെ ദിക്റില്ലാത്ത? എവിടെ ദിക്ർ? എന്തിനാണ് ഈ ദിക്ർ പറഞ്ഞത്? പിശാചിനകറ്റാനാണ്. ഈ ദിക്ർ എന്തിനാ പറഞ്ഞത്? ഉറക്കിനിടയിൽ സ്വപ്നം കണ്ടാൽ പോലും ദിക്റുണ്ട്. എന്തിനാ ഈ ദിക്ർ പറഞ്ഞത്? പിശാചിനകറ്റാനാണ്. ഇതൊന്നും നിങ്ങൾക്ക് കഴിയില്ല, പിശാച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിശാച് അകന്നുകൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ ഹിക്മത്ത് ഇതാണ്. നിങ്ങൾ പറഞ്ഞ ദിക്റില്ലാത്ത ഏരിയ പറഞ്ഞു, ദിക്റില്ലാത്ത ഏരിയ. എന്തിനൊരു ഭാര്യയെ കയ്യിൽ കിട്ടിയാൽ വരെ ആദ്യം ഭാര്യയുടെ തലയിൽ കൈവച്ചൊരു ദിക്ർ ചെല്ലാനുണ്ട്. ഒരു വണ്ടി വാങ്ങിച്ച വണ്ടിയിൽ കൈവച്ച് ദിക്ർ ചെല്ലാനുണ്ട്, അല്ലേ? എവിടെ ദിക്റില്ലാത്ത? എവിടെ ദിക്റില്ലാത്ത? ഈ ദിക്റിന്റെ ഹിക്മത്ത് പിശാചിൽ നിന്ന് അകലാനാണ്, പൈശാചികമായ ഷർറില്ലാതിരിക്കാനാണ്. എല്ലാ മേഖലകളിലും പിശാചിന്റെ ബന്ധമില്ലാത്ത മനോഹരമായ ജീവിതം. പിശാചുണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാവൂല, പിശാചുണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ടാവൂല. നാലാമത്തെ വിഷയം ഇതിന്റെ മഹത്വത്തിൽ പറയുന്നുണ്ട്, അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബി. ഹൃദയത്തിൽ നിന്ന് ദുഃഖത്തെയും വിഷമത്തെയും മാറ്റി നിർത്തും. പിശാച് എവിടെയുണ്ടോ അവിടെ ദുഃഖമുണ്ട്, പിശാചില്ലേ ദുഃഖമില്ല.
പിശാചിന്റെ പണി നിങ്ങൾ നിസ്കാരം കളാക്കലൊന്നുമല്ല, പിശാചിന്റെ പണി നിങ്ങൾ ഹജ്ജ് മുടക്കലല്ല, നോമ്പ് മുടക്കലല്ല. പിശാചിന്റെ വളരെ മർമ്മപ്രധാനമായ പിശാചിന്റെ പണി നിങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കലാണ്, നാട്ടുകാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. രണ്ട് ഭിന്നിപ്പുണ്ടാക്കണം, രണ്ട് ചേരിയാവണം. ഒന്നുകിൽ സംഘടനയുടെ ചേരി, ഇനി സംഘടന ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ ചേരി, ഇനി രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നമില്ലെങ്കിൽ മുതലാളിമാരുടെ ഈഗോ പ്രശ്നം. ഇങ്ങനെ ഓരോ മഹലിൽ എന്തെങ്കിലും ആയിട്ടൊരു ഭിന്നിപ്പുണ്ടാവും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നം, തറവാട് പ്രശ്നം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് പിശാചിന് ഇഷ്ടം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് പിശാചിന് ഇഷ്ടം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സംശയം തോന്നി, എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ? കൈ കൊണ്ട് ഇങ്ങനെ തപ്പി നോക്കി, പെട്ടെന്ന് കൈ നിങ്ങളുടെ മുടിക്കുള്ളിൽ കയറി. ജാഅകി ശൈത്വാനുക്കി, ആയിഷ നിന്റെ ശൈത്താൻ വന്നല്ലേ, നിന്നെ വസ്വാസ് ഉണ്ടാക്കാൻ പിശാച് വന്നുവല്ലേ ആയിഷ? ആയിഷ ബീവി ചോദിച്ചു, അമാലക ശൈത്വാനും, നിങ്ങൾക്കുമില്ലേ ഒരു പിശാച്? നബി തങ്ങൾ പറഞ്ഞു, അതെ, പക്ഷേ അയാൾ ഇപ്പോൾ മുസ്ലിമായി, ഇപ്പോൾ എന്നോട് നന്മയല്ലാതെ എന്റെ പിശാച് കൽപ്പിക്കാറില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പിശാചുള്ള സ്ഥലങ്ങളിലെല്ലാം ദുഃഖമുണ്ടാകും. നിങ്ങൾ സന്തോഷിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ സിനിമയുടെ പിന്നാലെ ഓടിപ്പിക്കുന്നത്? കാരണം സിനിമ കഴിഞ്ഞാൽ ദുഃഖമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ബ്ലൂ ഫിലിമിന്റെ പിന്നാലെ, കഞ്ചാവിന്റെ പിന്നാലെ ഓടിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയാണ്. എന്റെ വാലിന്റെ പിന്നാലെ ഓടിക്കാത്തത്? ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. ഖുർആൻ ഓതിയാൽ എന്തൊരു സന്തോഷമാണ് മനസ്സിന്. ഒരു ദിവസം ഒരു ജുസ് ഖുർആൻ ഓതി എന്തൊരു സന്തോഷമാണ്. അത് ഓതിയില്ലെങ്കിൽ ദുഃഖമാണ്. രാവിലത്തെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടാൽ വൈകുന്നേരം വരെ ടെൻഷൻ മാറൂല. എന്നാൽ നിസ്കരിച്ച എന്തൊരു സന്തോഷമാണ്. അപ്പൊ പിശാച് നിങ്ങൾ നിസ്കരിപ്പിക്കൂല, താൽക്കാലികമായിട്ട് ഉറക്കും. ആ ഉറങ്ങിയാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ദുഃഖമാണ്. പിശാച് എവിടെയുണ്ട് അവിടെയൊക്കെ ദുഃഖമാണ്. അതുകൊണ്ട് ദിക്റിലൂടെ ജീവിച്ചാൽ പിശാചിൽ നിന്ന് അകലാൻ കഴിയും. ദിക്റിൽ നിന്ന് മാറി നിന്നാൽ നുഖയ്യിൽ ലഹു ശൈത്വാനൻ, ഒരു പിശാച് നിങ്ങളെ പിടിഞ്ഞ് മുറുക്കുമെന്ന് വിരിഞ്ഞ് മുറുക്കുമെന്ന് ഖുർആനാണ് പഠിപ്പിക്കുന്നത്. നുഖയ്യിൽ ലഹു ശൈത്വാനൻ, ഒരു പിശാചിനെ ഏൽപ്പിക്കും. ഫഹുവ ലഹു ഖരീൻ, പിശാച് നിങ്ങൾ കൂടുതൽ വിരിഞ്ഞ് മുറുക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഒരാളുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, ഐശ്വര്യമുണ്ടാകുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലൂടെയാണ്. എപ്പോഴാ സമാധാനം ഉണ്ടാവുക? നിങ്ങൾ വിചാരിക്കുക അത് കിട്ടിയ സന്തോഷം ഉണ്ടായി, വണ്ടി വാങ്ങിച്ച സന്തോഷമായി, പെണ്ണ് കിട്ടിയ സന്തോഷമായി, മക്കളുണ്ടായ സന്തോഷമായി, വീടെത്താൻ സന്തോഷമായി. നോ, ഇതൊന്നുമല്ല സന്തോഷം. അലാ ബിദിക്രില്ലാഹ്, അതോടൊപ്പം ദിക്റും ഉണ്ടാവണം. ദിക്റിലൂടെ ആവണം അതൊക്കെ നമ്മൾക്ക് ലഭിക്കേണ്ടത്, എങ്കിൽ സന്തോഷം ഉണ്ടാവും. ദമ്പതികൾക്കിടയിൽ സൗന്ദര്യ പിണക്കങ്ങളും പ്രശ്നങ്ങളും ചൊടിയും എപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ദിക്റിലേക്ക് മടങ്ങണം. ഒന്നിച്ച് ദിക്ർ ചൊല്ലാൻ, ഒന്നിച്ച് ഖുർആൻ ഓതാൻ, ഒന്നിച്ച് നിസ്കരിക്കാൻ, ഒന്നിച്ച് ഇസ്ലാമികമായ ചിട്ടയോടെ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പിണക്കങ്ങൾ മാറി ഇണക്കമുണ്ടാകും. കാരണം നിങ്ങൾക്കിടയിൽ നിന്ന് പിശാച്, ഒരാൾ മാത്രം നന്നായാൽ മതിയോ? പോരാ. അപ്പൊ അയാളിൽ നിന്നേ പിശാചകലും ഭാര്യയുടെ കൂടെ ഉണ്ടാവും. ഭാര്യ നന്നായ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഭാര്യ ഇങ്ങനെ ചൊറക്കും, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചൊറക്കും. രണ്ടാളും നന്നായാലോ പിശാചകലും അകലും രണ്ടാളും എടുക്കും. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകുന്നത് അല്ലാഹുവിന്റെ സ്മരണയിലൂടെയാണ്, ദിക്റിലൂടെയാണ്. ദിക്റിലൂടെ നിങ്ങൾക്ക് ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളിലും സമാധാനം ഉണ്ടാവും. 5 അന്നഹു യജ്ലിബു ലിൽ ഖൽബിൽ ഫർഹ വസ്സുറൂർ, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആശ്വാസം, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സമാധാനം, വീട്ടിൽ എന്തെന്നില്ലാത്ത സന്തോഷം, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല ഐക്യമുണ്ടാകും. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ, കല്യാണം കഴിക്കാൻ പറഞ്ഞത് സമാധാനം ഉണ്ടാവാൻ വേണ്ടി. പക്ഷേ ഇന്നത്തെ കല്യാണങ്ങളോടുകൂടി സമാധാനം നഷ്ടപ്പെട്ടു. അല്ലേ? കല്യാണം കഴിക്കാൻ പറഞ്ഞത് സമാധാനം ഉണ്ടാവാൻ വേണ്ടി, കല്യാണം കഴിക്കലോടുകൂടി സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അങ്ങനെ തന്നെയല്ലേ?
നിങ്ങൾ തരാട്ടാത്ത കല്യാണം കഴിക്കാൻ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ, രണ്ടു പേർക്കും സമാധാനം ഉണ്ടാവാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യമുണ്ടാക്കിയത് റബ്ബാണ്, സ്നേഹമുണ്ടാക്കിയത് റബ്ബാണ്. അല്ലാഹുവാണ് സ്നേഹവും കാരുണ്യം ഉണ്ടാക്കുന്നത്. ആ റബ്ബിനോട് ബന്ധപ്പെട്ടാലേ സ്നേഹവും കാരുണ്യം കിട്ടുള്ളൂ. റബ്ബിൽ നിന്ന് മാറിയാ പിന്നെ എങ്ങനെ പഠിച്ചോ സ്നേഹം തരിക, പിന്നെ എങ്ങനെ പഠിച്ചോ കാരുണ്യം തരിക? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും സന്തോഷവും നൽകുന്നത് ഞാനാണ്. ആ റബ്ബ പറയുന്നത് ദിക്റിലൂടെ ജീവിച്ചാൽ സമാധാനം തരാമെന്ന്, ജീവിതത്തിൽ സന്തോഷം തരാമെന്ന്. രണ്ടുപേരും ഒന്നിച്ച് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്നഹു യുഖവ്വിൽ ബദന വൽ ഖൽബ, ശാരീരികമായ മാനസികമായ കരുത്തു നൽകും. ആറാമത്തേത് അന്നഹു യുഖവ്വിൽ ഖൽബ വൽ ബദന, നമ്മൾക്ക് ഒന്ന് മാനസികമായ കരുത്തുണ്ടാകും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി ധൈര്യമായി ഏത് വഴിയിലൂടെയും ഇറങ്ങിച്ചെല്ലാൻ പറ്റും. വണ്ടിയിൽ കയറിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ മാനസികമായ കരുത്തു കിട്ടും. ഇബ്രാഹിം നബിയെ ശക്തമായ തീകുണ്ടാരത്തിലേക്ക്, ചുട്ടുപൊള്ളുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി പതറിയില്ല? എന്തുകൊണ്ട്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ ഞാൻ നിന്നെ ബരമേൽപ്പിക്കുന്നു റബ്ബേ. പടച്ചോനെ ബരമേൽപ്പിച്ച പിന്നെ എവിടെയാ പതറ? വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾ അല്ലാഹുവിനെ ബരമേൽപ്പിച്ചാൽ അയാൾക്ക് റബ്ബ് മതി, പിന്നെ പേടിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോവാണ്. വിശാലമായ ഹൃദയത്തോടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ, അല്ലാഹുവിനോടുള്ള ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധത്തോടെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് തീകുണ്ടാരത്തിലേക്ക് നടന്നു പോയാൽ നിങ്ങളുടെ തീ നിങ്ങളെ തൊടുകയില്ല. തൊട്ടിട്ടില്ലല്ലോ, ഇബ്രാഹിം നബി തൊട്ടിട്ടില്ലല്ലോ. അബൂ മുസ്ലിമുൽ ഖൗലാനി മുസൈലിമത്തുൽ കദ്ദാബ് വലിച്ചെറിഞ്ഞു, തൊട്ടിട്ടില്ലല്ലോ. മുസൈലിമത്തുൽ കദ്ദാബ് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വഹാബിയാണ്, നല്ല പുഷ്പം പോലെ പുഞ്ചിരിച്ച് പുറത്തു വന്നു, തൊട്ടിട്ടില്ല തീ. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലി വിഷം കുടിച്ചു. വിഷം തൊട്ടില്ല. നമ്മൾ കുടിച്ചോട്ടെ. അചഞ്ചലമായ വിശ്വാസം അവിടെ ആവശ്യമാണ്. അല്ലാഹുവിലേക്കുള്ള പൂർണ്ണമായ തവക്കുൽ ആവശ്യമാണ്. വിഷം മണപ്പിച്ചാൽ പോലും മരിക്കുന്ന സ്ട്രോങ് ഉള്ള വിഷമാണെങ്കിലും അദ്ദേഹം കുടിച്ചിട്ട് ഒരു ശരീരത്തിന് പോറലേൽപ്പിക്കാൻ ആവശ്യത്തിന് കഴിഞ്ഞില്ല. നിങ്ങളുടെ ശരീരത്തിനൊരു ശക്തി നൽകും, നിങ്ങളുടെ മനസ്സിനൊരു കരുത്തു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരിമാർക്ക് അടുക്കളയിൽ കാര്യമായ ജോലിയാണ്. എന്തെങ്കിലും വരുന്നുണ്ട്, സൽക്കാരമുണ്ട്, അതിഥികൾ വരുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം ഒരു ജോലിയാണ്. ഉസ്താദുമാർക്ക് ചോറാണ്. ഉസ്താദുമാരെ ഫുഡിന് 10, 12 അല്ലെങ്കിൽ 8, 6 ഉസ്താദുമാരുണ്ട്. 3 നേരം അവർക്ക് ഭക്ഷണം കൊടുക്കണം. അന്ന് യാ അല്ലാഹ് ഇതൊക്കെ എങ്ങനെ തീർക്കുക? 6 ഉസ്താദുമാർക്ക് മാസത്തിലൊരു തവണ ഭക്ഷണം, 2 മാസത്തിലൊരു തവണ ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? ആകെ ടെൻഷനാണ്, ക്ഷീണിതനാകും. ഒരു ക്ഷീണവുമില്ലാതെ അന്നത്തെ പണി തീർക്കാൻ നിങ്ങൾക്ക് ദിക്ർ പരിഹാരമുണ്ട്. അന്നഹു യുഖവ്വിൽ ഖൽബ വൽ ബദൻ, നിങ്ങൾക്ക് ശാരീരികമായ മാനസികമായ കരുത്തുണ്ടാകും. എങ്ങനെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. ഇതും ആരോഗ്യം തമ്മിൽ എന്ത് ബന്ധമാണ്? ഇത് റെഡ് ബുൾ അല്ലല്ലോ, ഇത് വിറ്റാമിൻ അല്ലല്ലോ. ഇത് ചൊല്ലിയാൽ മതി, നിങ്ങൾ അടുക്കളയുടെ ജോലി എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ജോലിക്കാരൻ നിങ്ങളെ കൂടെ ഉണ്ടാകുന്ന അതിന്റെ അർത്ഥം. പത്തിരി ചീടുന്ന നിങ്ങൾ തന്നെയാണ്, പക്ഷെ നിങ്ങളല്ല. നിങ്ങൾക്ക് ക്ഷീണമില്ലാത്ത രീതി നിങ്ങളോട് കൂടെ, നിങ്ങൾ അറിയാതെ ഒരാൾ പത്തിരി ഇങ്ങനെ ചൂടും, നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. വീടടിച്ചു വാരുന്നത് നിങ്ങൾ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ക്ഷീണമില്ലാത്ത രീതിയിൽ വേറൊരാൾ ഇങ്ങനെ അടിച്ചു വാരും. അങ്ങനെയല്ല അതിന്റെ അർത്ഥം.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, നബിയെ ക്ഷീണിതയാണ് നബിയെ, കഴിയുന്നില്ല, എന്റെ കൈകൾ കാണുന്നില്ലേ തഴമ്പിച്ച്, എന്റെ മുഖം കാണുന്നില്ലേ കരുവാളിച്ച്, മടുത്തു, ആസങ്കല്ല് ഇങ്ങനെ ഉരുട്ടി എനിക്ക് മടുത്തു, അടുപ്പത്ത് തീ ഉണ്ടാക്കി മടുത്തു, എനിക്കൊരു ഖാദിം വേണം, ഒരു ജോലിക്കാരി വേണം, ഒരു അടിമ വേണം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ അതിനേക്കാളും നല്ലൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കളയുടെ ജോലി ഭാരമില്ലാതെ എളുപ്പത്തിൽ തീർക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾക്ക് ശക്തിയല്ലേ, ശാരീരികമായ ആരോഗ്യമല്ലേ തരുന്നത്. ഞാൻ പറയുന്നതൊന്നും എന്റെ ഇഷ്ടത്തോടെ പറയല്ല കേട്ടോ, ഞാൻ എനിക്ക് ഉണ്ടാക്കി പറയല്ല, ഇതൊക്കെ ഞാൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പറയുന്നു. അത്ഭുതപ്പെടും, ആലോചിക്കും അതെങ്ങനെയാണ് അടുക്കളയെ ബാധിക്കാൻ. പക്ഷെ ഇത് റബ്ബ് പറഞ്ഞാണ് അല്ലെ. ഈ മൊബൈൽ ഫോണ് വെള്ളത്തിലിട്ടാൽ കേടാവൂല എന്ന് ഇതിന്റെ കമ്പനി പറഞ്ഞാൽ എനിക്ക് വെള്ളത്തിലിടാം, കാരണം അവരല്ലേ ഇതുണ്ടാക്കി, അവർക്ക് ഇതിനെ കുറിച്ച് അറിയാലോ. ഈ മൊബൈൽ ഫോൺ വെള്ളത്തിലിട്ടാ ഒന്നും ആവൂലെന്ന് കാണുന്നുണ്ട്, വെള്ളത്തിലിട്ട് ഒന്നായിട്ട് 2-3 തവണ വെള്ളത്തിലിട്ട് ഒന്നായിട്ടില്ല. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു ഫോൺ വെള്ളത്തിൽ വീണാൽ ഉടനെ എടുക്കണം, അതിന്റെ കവർ മാറ്റണം, സിമ്മ് മാറ്റണം, ബാറ്ററി മാറ്റണം, ഒരാഴ്ച വെയിലത്ത് വെക്കണം. ഒരു സ്വിമ്മിംഗ് പൂളിൽ 10 മിനിറ്റ് കിടന്നിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇതുണ്ടാക്കിയ ആൾക്കറിയാം ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവും, ഇതെങ്ങനെ കേടാവാൻ. അപ്പൊ അവർ പറഞ്ഞു വെള്ളത്തിലിട്ടാൽ കുഴപ്പമില്ല, ഒന്നും ആയില്ല. അതേപോലെ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, ആ റബ്ബിനറിയാം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, എങ്ങനെ പോയാൽ സമാധാനം ഉണ്ടാകുമെന്നും എങ്ങനെ പോയാൽ ദുഃഖമുണ്ടാകുമെന്നും റബ്ബിനറിയാം. എങ്ങനെ ജീവിച്ചാലാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നത്, എങ്ങനെ ജീവിച്ചാലാണ് കുടുംബത്തിൽ ദുഃഖമുണ്ടാകുന്നത്, നിന്റെ സന്തോഷം എവിടെ, നിന്റെ ദുഃഖം എവിടെ, എനിക്ക് രോഗം വരുന്നത് എങ്ങനെ, എല്ലാം റബ്ബിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് റബ്ബല്ലേ, ആ റബ്ബ് വ്യക്തമായിട്ട് ഓരോരോ വഴികൾ പറഞ്ഞു തന്നു. അതിലിപ്പോ എന്താ അത്ഭുതപ്പെടാനുള്ളത്? എന്നാൽ ഈ മൊബൈൽ വെള്ളത്തിൽ വീണത് പോലെ ഈ മൊബൈൽ വെള്ളത്തിൽ വീണാലോ ഇതെനിക്ക് പൈസ നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടൂല. അതേപോലെ ഇത് രണ്ടും സൃഷ്ടിച്ചത് ഓരോ നിർമ്മാതാക്കളാണ്, അവർക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് അറിയാം. അതേപോലെ നമ്മൾ സൃഷ്ടിച്ച റബ്ബിന് നമ്മുടെ ഫീച്ചേഴ്സ് അറിയാം. ഇത്രയുള്ള വിഷയത്തിൽ. ഇനി ഏഴാമത്തേത് അന്നഹു യജ്ലിബു റിസ്ഖ കൊണ്ടുവരും, ഭക്ഷണം കൊണ്ടുവരും. ദിക്റിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്നാ പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. രാവിലെ എണീക്കുമ്പോൾ ഒരാളുടെ ചിന്ത ആഖിറമാണെങ്കിൽ ദുനിയാവിൽ അതിന്റെ പിന്നാലെ പോവാതെ ആഖിറത്തിന് ലക്ഷ്യം കൊടുത്ത് ആഖിറം ലക്ഷ്യമാക്കി നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി എന്നിട്ടാണ് അധ്വാനിക്കുന്നതെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ നീ പോവേണ്ട ആവശ്യമില്ല. ദുനിയാവ് നിന്നെ തേടി കടന്നു വരും. ഇന്നെ പിടിച്ചോ എന്ന് പറഞ്ഞു ദുനിയാവ് നിന്റെ പിന്നാലെ വരും. അല്ലാഹുവിനെ ഒരാൾ പേടിച്ചാൽ, അല്ലാഹുവിനെ ഒരാൾ ഭയന്നാൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയിട്ട് അവന് ആവശ്യമായ വഴികൾ അല്ലാഹു തുറന്നു വെക്കുമെന്നാണ് പറയുന്നത്. അല്ലാഹുവിനെ ഭയന്നാൽ അവന് ആവശ്യമായ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കും. അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു ഭക്ഷണം നൽകുമെന്ന് ഖുർആൻ. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ. നമ്മൾ വിചാരിക്കും ഒരു പെണ്ണുണ്ട്, എങ്ങനെയാണ് അവളെ കെട്ടിച്ചു കൊടുക്കുക, എന്റെ വരുമാനം 5000 രൂപയാണ്, രോഗിയായി യാ അല്ലാഹ് എനിക്കൊരു എന്റെ കിഡ്നി ഫെയിലായാൽ എനിക്ക് എങ്ങനെ ചികിത്സിക്കാൻ കഴിയും, ഞാൻ പള്ളിയിൽ ഒരു മുഅല്ലിമാണ്, ഒരു മുഅദ്ദിനാണ്, എനിക്ക് ആകെ 5000 രൂപ സാലറി. നീ വിഷമിക്കണ്ട, നീ ആഖിറം ലക്ഷ്യമാക്കി ജീവിക്കുക. നിന്റെ കിഡ്നി പോയാൽ നീ ചോദിക്കുക പോലും ചെയ്യാതെ 10 ലക്ഷം 20 ലക്ഷം ഒക്കെ നാട്ടുകാര് നിന്നോട് ചോദിക്കാതെ കൊണ്ടുവരും. അങ്ങനെ ചെയ്യാറില്ല. എനിക്കറിയപ്പെടുത്ത എൻ്റെ തൊട്ടടുത്തൊരു മുഅദ്ദിൻ കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടൊന്നുമില്ല. നാട്ടുകാരൊക്കെ പിരിവെടുത്ത് ഒരു 10 ലക്ഷം രൂപ കൊടുത്താലേ അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹുവിനെ നീ തഖ്വയോടെ ജീവിക്കുക. ചോദിച്ചവർ ചിലപ്പോൾ കിട്ടുന്ന തോത് കുറയും. ചോദിച്ചാൽ എന്നെ സഹായിക്കണം, എനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ തോത് കുറയും. ചോദിക്കണ്ട, ജനങ്ങളോട് ചോദിക്കണ്ട, റബ്ബിനോട് ചോദിക്കും. അല്ലാഹു നീ അറിയാത്ത വഴിയിലൂടെ നിന്നെ സഹായിക്കും. ഏത് പ്രയാസങ്ങളിലും ഒരു പരിഹാരം അല്ലാഹു തരും.
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അറിയാത്ത വഴിയിലൂടെ ഭക്ഷണം തരും. മക്കളെ കൊട്ടിച്ചു കൊടുക്കാറുണ്ട്. നീ എടുത്തു വെച്ചതൊക്കെ ആകെ നോക്കുമ്പോൾ 2-3 ലക്ഷം ഉള്ളൂ, എങ്ങനെ കല്യാണം കഴിക്കാന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, ഉസ്താദേ അല്ലെങ്കിൽ ഇന്നാലെന്ന മനുഷ്യാചാരെ, ഞാൻ നിങ്ങളുടെ മകളെ കെട്ടിക്കട്ടെ, നിങ്ങളുടെ മോളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ, പൊന്ന് ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങളിടണ്ട, 40 പോണോ 10 പോണോ ഞാൻ തന്നെ ഇട്ടോളാം, അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാറില്ലേ? ഇതൊക്കെ അള്ളാഹു നൽകുന്ന വഴികളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ആൾ പറയുന്നത്, എന്റെ മകന്റെ കല്യാണം ഉണ്ടെന്ന്, നിങ്ങളുടെ മകളുടെ കല്യാണം കൂടി ഞാൻ കഴിച്ചെടുത്തോട്ടെ. അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരും. നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. നിങ്ങൾ എന്ത് പറയണം? നിങ്ങളുടെ മക്കളോട്, ഭാര്യമാരോട്, കുടുംബക്കാരോട് വളരെ കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക് ഞാൻ തരാം. റിസ്കിൽ വീട് പെട്ടോ, റിസ്കിൽ ഭക്ഷണം പെട്ടോ, റിസ്കിൽ വസ്ത്രം പെട്ടോ, റിസ്കിൽ സുഖങ്ങളും പെട്ടു. നിങ്ങൾ എല്ലാവരും നിസ്കരിച്ചാൽ മതി. എല്ലാവരും നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ഭാര്യ, മക്കൾ, ഭർത്താവ്, വീട്ടുകാരെല്ലാം കൃത്യമായി നിസ്കരിക്കുന്നവരായാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക് ഞാൻ തരാം. റിസ്കിൽ ആഫിയത്ത് പെട്ടു, ആരോഗ്യം പെട്ടു. ആരോഗ്യം വലിയ റിസ്ക്കാണ്. അല്ലാഹു നമ്മൾക്ക് ആഫിയത്ത് തരട്ടെ. ആഫിയത്ത് തരും. കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞു. എല്ലാവരും നിസ്കരിക്കണം, വീട്ടുകാരെ. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ നേട്ടങ്ങൾ. അന്നഹു യഹുത്തുൽ ഖതായ. എട്ടാമത്തേത് യഹുത്തുൽ ഖതായ, പാപങ്ങളെല്ലാം പുറത്തു തരും. പാപങ്ങളെല്ലാം പുറത്തു തരും. ഒരു പാപവും ബാക്കിയില്ലാതെ എല്ലാം പുറത്തു തരും. ഇങ്ങനെയുള്ള സദസ്സിലൂടെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ മിൻ ഖൗമിൻ യജ്തമഉ യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി. ഇതാ നമ്മുടെ ഈ സദസ്സ്. ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ, അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു മാത്രമാണ്. എന്തെങ്കിലും പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം, അല്ലാഹുവിന്റെ സ്വർഗീയ ലോകം കിട്ടണം, ഉഖ്റവിയായ ലോകത്തിൽ രക്ഷപ്പെടണം. ആ ഒരു നിയ്യത്തോടെ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ, ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാഇ യൻഖൂമു മഗ്ഫൂറൻ ലക്കും, ആകാശലോകങ്ങളിൽ നിന്നൊരു വിളിയാളം കേൾക്കും. മലക്കുകൾ അവരെ വിളിക്കും, ഖൂമു, നിങ്ങൾ എണീറ്റോളൂ, മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. വാദ കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ ഒരു വിളിയാളം നമ്മൾ വിളിക്കാനുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല. നാദാഹും മുനാദിൻ മിനസ് സമാ, ആകാശങ്ങളിൽ നിന്നുള്ള വിളിയാളമാണ്. ഖൂമു മഗ്ഫൂറൻ ലക്കും, പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, പുറത്തു തന്നു എന്ന് മാത്രമല്ല, ഖദ് ബുദ്ദിലത് സയ്യിആതികും ഹസനാത്ത്, നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെ നന്മയാക്കി ഞാൻ മറിച്ചിരിക്കുകയാണ്, മാറ്റിമറിച്ചിരിക്കുകയാണ്. ബുദ്ദില, ബദ്ദല, തെറ്റിനെ നന്മയാക്കി മാറ്റിമറിച്ചു. തെറ്റിനെ നന്മയാക്കി മാറ്റിമറിച്ചു. തെറ്റായിരുന്നു, ഇന്നലെ വരെ തെറ്റായിരുന്നു. വഅദ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും അത് നന്മയാണ്. ഇന്നലെ വരെ നിനക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഒരു കുറ്റമായിരുന്നു. പക്ഷെ വഅദ് കഴിയുമ്പോഴേക്കും ആ കുറ്റം സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു നന്മയാക്കി അല്ലാഹു മാറ്റിമറിച്ചു. ഖദ് ബുദ്ദിലത് സയ്യിആതികും ഹസനാത്ത്, നിങ്ങളുടെ തിന്മകളെ നന്മയാക്കി മാറ്റിമറിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ വഅദും, ഈ ഇൽമും, സദസ്സും, ദിക്റും, മജ്ലിസും, സലാത്തും, മജ്ലിസുൻ നൂറും, ഹദ്ദാദും, ഇതൊക്കെ കൊണ്ട് നമ്മൾക്കുള്ള നേട്ടങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഒമ്പതാമത്തേത്, അന്നഹു സബബു നുസൂലിസ് സകീന, അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് നമ്മളെ പൊതിയുകയും അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ചൊരിയുകയും ചെയ്യുന്ന ഒരു സദസ്സാണിത്. മലക്കുകൾ ഇറങ്ങി വരും ഇവിടേക്ക്. സബബു നുസൂലിസ് സകീന, അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരാനുള്ള സദസ്സാണിത്. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ചൊടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, മലക്കുകൾ ഇറങ്ങാതെ മാറി നിൽക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ കുടുംബബന്ധം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് മലക്കുകൾ വരൂല. അപ്പൊ അവരുടെ അടുത്ത് പിശാചുണ്ട് എന്നർത്ഥം.
പിശാച്ചുണ്ടെങ്കിലാണ് പിണക്കുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞു, പിശാച്ചുള്ള സ്ഥലത്ത് പിണക്കുണ്ടാവും, പിശാച്ചില്ല മലക്കുകളുള്ള സ്ഥലത്ത് ഇണക്കമുണ്ടാകും. അപ്പൊ പിണങ്ങിയ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പിശാച്ച് വരും, മലക്കുകൾ ഇറങ്ങൂല. അപ്പൊ പിശാച്ച് ശ്രമിക്കുന്നത് പിണക്കമുണ്ടാക്കാനാണ്. അപ്പൊ പിണങ്ങിയ ആളുകളൊക്കെ ഇണങ്ങിയിട്ട് വേണം വഅദിന്റെ സദസ്സിൽ വരാൻ. അങ്ങനെ വരുമ്പോ അള്ളാഹുവിന്റെ മാലാക്കമാരുടെ റഹ്മത്തിന്റെ ചിറകുകൾ നമ്മെ അവർ പൊതിയും. 10 അന്നഹു ഗിറാസുൽ ജന്ന. ഈ ദിക്റും ഈ സ്വലാത്തും ഈ മജ്ലിസുൻ നൂറും എല്ലാം നാളെ ആഖിറത്തിൽ മനോഹരമായ പൂന്തോട്ടം ലഭിക്കാൻ കാരണമാകും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ 2 വൃക്ഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ 3-മതൊന്ന്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ 4-മതൊന്ന്. ഇങ്ങനെ 4 വൃക്ഷങ്ങൾ ഒരു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുമെന്നാണ്. ഒരു പൂന്തോട്ടം ചൊല്ലിയതെന്താ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതേ ചൊല്ലിയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയത് ഒരു പൂന്തോട്ടമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന അവസാനമായി ഒരു ഹദീസ് കൂടി. മൻ ഖാല ഇദാ അസ്ബഹ, സുബ്ഹിയുടെ സമയം ഒരാൾ പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ. എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ്, എൻ്റെ നബി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ഒരാൾ പറഞ്ഞാൽ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അഥവാ രാവിലെ 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ വരാൻ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് ചൊല്ലിയാൽ ഫഅന സഈം, ഞാൻ അവന് ജാമ്യം നിൽക്കാണ്, ഞാൻ ഉറപ്പ് തരാണ്, ലആഖുദന്ന ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, അവന്റെ കൈയും പിടിച്ച് ഞാൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിസ്കാരം കഴിഞ്ഞ് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ നബിയ. റളീനാ ബില്ലാഹി റബ്ബൻ, റബ്ബേ നീ എൻ്റെ റബ്ബാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, എന്നെ നീ മുസ്ലിമാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, എൻ്റെ ഹബീബ് എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു ദിക്ർ ആത്മാർത്ഥമായി മനസ്സിൽ അർത്ഥം മനസ്സിലാക്കി 3 തവണ രാവിലെ, 3 തവണ മഗ്രിബിന് ശേഷം ഒരാൾ ചൊല്ലിയാൽ അല്ലാഹുവിൻ്റെ ഹബീബ് കൈയും പിടിച്ച് നാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന വസിയത്തോടു കൂടി എൻ്റെ ഈ ഹ്രസ്വമായ ഭാഷണം ഞാൻ ഉപസംഹരിക്കുകയാണ്.